19 അധ്യായം. ആമേൻ, സ്തോത്രം. നമുക്ക് വേഗത്തിലെടുക്കാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. എനിക്കൊത്തിരി സന്തോഷമുള്ള ഒരു കാര്യം, കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 5-ാമത്തെ ആഴ്ചയാണല്ലേ, 5-ാമത്തെ ആഴ്ചയാണ് നമ്മൾ സക്കായിയുടെ 19 അധ്യായം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ആ സക്കായി ബന്ധപ്പെട്ടിറങ്ങി വന്നു. ഇനി സമയമില്ല, സമയം മുന്നിൽ കളയരുത് എന്ന ആ മെസ്സേജ് ഈ ചർച്ചിനകത്തിരുന്നൊരു ഫാമിലി കേൾക്കുകയും ആരാധന കഴിഞ്ഞു മാത്രയിൽ അവർക്ക് സ്നാനപ്പെടണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അവരന്നേരം തന്നെ അവിടെ വീട്ടിൽ പോയി അവരുടെ വസ്ത്രം എടുത്തുകൊണ്ട് വന്നു. ഞാൻ കർത്താവിൻ ദാസൻ ബിജുവിൻ്റെ ഒരു വെള്ളം മുണ്ട് വാങ്ങിച്ച് ഉടുത്ത് സ്നാന ടാങ്കിൽ ഇറങ്ങി സ്നാനം നടത്തി. നമ്മുടെ ചർച്ചിൻ്റെ ആമേൻ അനുഭവങ്ങളിൽ അതൊരു മിറക്കിളാണ്. ആമേൻ. അപ്പോൾ സക്കായി എന്ന ആ സബ്ജക്റ്റ് എടുത്തത് നമുക്ക് നഷ്ടമായില്ല. ആമേൻ. 2 പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. അതിന് ഈ മെസ്സേജ് കാരണമായി. അപ്പോൾ എനിക്ക് നല്ല ബോധ്യമായി എന്തുകൊണ്ട് കർത്താവ് എനിക്ക് ഈ മെസ്സേജ് തന്നു എന്നുള്ളതിൻ്റെ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. അതുകൊണ്ട് ഇന്നത്തെ ആ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ കടന്നു വരാം. നമ്മൾ ആവർത്തിച്ച് മറ്റൊന്നും പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ആ വാക്യം 5-ാമത്തെ വാക്യമാണ്. ലൂക്കോസ് 19 അധ്യായം 5-ാമത്തെ വാക്യം കർത്താവ് റോബിൻസ് വായിക്കും. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു അടുത്തത് എന്ന് അവനോട് പറഞ്ഞു. ആമേൻ. 6-ാമത്തെ വാക്യം കൂടി. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന് നിർത്തിയത്. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി. അപ്പൊ ദൈവത്തിന്റെ ദൂതിനോട് എന്ത് ചെയ്യുക? പ്രതികരിക്കുക. ഒരു ദൂത് കേട്ടാൽ ആ ദൂതിനോട് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് ഒരു ദൈവ പൈതൽ യോജിച്ചതല്ല. ഒരു ദൂത് കേട്ടാൽ ആ ദൂതിനോട് പെട്ടെന്ന് പ്രതികരിക്കുക. ഞാനതിന് ഒരു എക്സാമ്പിൾ കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടാം. ഞാൻ ഈ രാവിലെ ആരാധന തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു ചരിത്രമുണ്ട്, ഹന്നയുടെ ചരിത്രം. ഹന്നയുടെ മകനാണ് ശമൂവേൽ ബാലൻ. മുലകുടി മാറിയപ്പോൾ എന്ന് വെച്ചാൽ പാലുകുടി മാറി ഏകദേശം ആ ബാലനായിരിക്കുന്ന സമയത്താണ് ആലയത്തിൽ കൊണ്ടുവന്ന് അവനെ അർപ്പിക്കുന്നത്. ഒരുപാട് പരിചയ സമ്പത്തൊന്നും ദൈവശബ്ദം കേട്ട് ശമൂവേലിനില്ല. എങ്കിലും വിളക്ക് കെടുന്നതിന് മുൻപേ ആലയത്തിൽ ചെന്ന് കിടക്കും. വിളക്ക് കെടുന്നതിന് മുൻപേ 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കവര വിളക്ക് ആലയത്തിനകത്തുണ്ട്. 24 hours. ആമേൻ. ഏകദേശം 7 കവര വിളക്കുകൾ, 7 ഇതളുകളുള്ള ഒരു വിളക്കാണ് കവര വിളക്ക്. അതിൽ എണ്ണ ഒഴിച്ച് കത്തിക്കൊണ്ടിരിക്കും. ഒലിവെണ്ണ ഒഴിച്ച് ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കും. രാത്രി ആകുമ്പോൾ അതിൽ എണ്ണ പകരില്ല, അപ്പോൾ വിളക്ക് കെടും. വീണ്ടും പ്രഭാത പ്രാർത്ഥനയ്ക്ക് മുമ്പ് വീണ്ടും തിരിതെളിച്ച് എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കും. ഈ കൊച്ചു ബാലൻ ആലയത്തിൽ വിളക്ക് കെടുന്നതിന് മുൻപേ ആ വിളക്കിൻ്റെ ചുവട്ടിൽ ചെന്നൊരു ദിവസം കിടക്കുക. ഏതാനും നാളുകളായി താൻ അങ്ങനെ ചെയ്യാറുണ്ട്, ചെയ്തു വരുന്നുണ്ട്. പക്ഷെ അന്ന് പതിവിലേറെ ആ വെളിച്ചം അണഞ്ഞപ്പോൾ ശാന്തമായി ഒരു വിളി. ആ വിളി ഇതാണ്, ശമൂവേലേ, ശമൂവേലേ എന്ന്. ബാലനാണ്, മുൻപ് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ചാടി എഴുന്നേറ്റ് തൻ്റെ യജമാനനായ തൻ്റെ ലീഡറായ ഏലിയുടെ അടുക്കൽ ചെന്നിട്ട് തട്ടിയിട്ട് പറഞ്ഞു, യജമാനനെ, അങ്ങെന്തിനാ എന്നെ വിളിച്ചേ? എഴുന്നേറ്റിട്ട് ഏലി പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ വിളിച്ചില്ല. പക്ഷെ എന്നെ ആര് വിളിച്ചു? പോയി കിടന്നുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഏലിയുടെ അടുക്കൽ നിന്ന് ശമൂവേൽ ബാലൻ വീണ്ടും വന്ന് ആ സ്ഥാനത്ത് കിടക്കുമ്പോൾ വീണ്ടും ഒരു ദൈവശബ്ദം, ശമൂവേലേ, ശമൂവേലേ. കൊച്ചൻ വീണ്ടും ഓടി ഏലിയുടെ അടുക്കൽ ചെല്ലുകയാണ്. മോനെ, ഞാൻ നിന്നെ വിളിച്ചില്ല. മൂന്നാമതും അതേ
സംഭവം ആവർത്തിച്ചു കഴിഞ്ഞ് ഏലിയുടെ അടുക്ക ചെല്ലുമ്പോൾ ഏലിക്ക് മനസ്സിലായി, ഏതാനും നാളുകളായി ആലയത്തിൽ അറ്റുപോയ ദൈവശബ്ദം ശമൂവേലിനെ തേടി വന്നിരിക്കുകയാണ്. അതിശക്തമായ ഒരു ദൈവ ഇടപെടൽ എൻ്റെ അകത്തുണ്ടാകുന്നു. ആരോ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ചില ഇടപെടലുകൾ ദൈവമായി ഉണ്ടാകാൻ പോകുന്നു. നീ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത സമയത്ത്, നീ ഒരിക്കൽ പോലും നനക്കാത്ത സമയത്ത് എൻ്റെ യേശുവിൻ്റെ ഇടപെടൽ നിന്റെ കുടുംബത്തിനകത്തുണ്ടാകാൻ പോകുന്നു. കുഞ്ഞേ, നിന്റെ ഭവനത്തിനകത്ത് അതുണ്ടാകാൻ പോകുന്നു. സഹോദരാ, നിന്റെ ഭവനത്തിനകത്ത് അതുണ്ടാകാൻ പോകുന്നു. സഹോദരി, നിന്റെ ഭവനത്തിനകത്തുണ്ടാകാൻ പോകുന്നു. എത്ര പേർ കൊതിയോടെ പറയും, അതെൻ്റെ ഭവനത്തിലാകട്ടപ്പാ, അതെൻ്റെ കുടുംബത്തിലാകട്ടപ്പാ, അതെൻ്റെ കുഞ്ഞുങ്ങളിലാകട്ടപ്പാ, അതെൻ്റെ പ്രാർത്ഥന മുറിയിലാകട്ടപ്പാ. എത്ര പേർക്ക് ഇന്ന് പകൽ കൊതിയുണ്ട്, അങ്ങനൊരു ശബ്ദം എൻ്റെ പ്രാർത്ഥന മുറിയിൽ മുഴങ്ങട്ടെ, അങ്ങനൊരു ശബ്ദം എൻ്റെ ആരാധനയുടെ നടുവിൽ മുഴങ്ങട്ടെ, എൻ്റെ കൂട്ടായ്മയുടെ നടുവിൽ മുഴങ്ങട്ടെ, എൻ്റെ തലമുറയുടെ നടുവിൽ അങ്ങനൊരു ശബ്ദം മുഴങ്ങട്ടെ. അങ്ങനൊരു ശബ്ദം കേൾക്കാൻ കൊതിയുണ്ടോ ദൈവ പൈതലേ? സക്കായി അവൻ കയറിയ മരത്തിന്റെ താഴെ നിന്നുകൊണ്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞ ആ ശബ്ദം ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ നോക്കി ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? തകർന്ന അവൻ നിമിഷമാണോ? അവൻ എല്ലാവരും കൈവിടപ്പെട്ട നിമിഷമാണോ? എല്ലാം തീർന്നു അസ്തമിച്ചു എന്ന് പറയുന്ന നിമിഷമാണോ? ആ സമയത്ത് ഇതാ ദൈവം നിന്നെ വിളിക്കുന്നു. ദൈവ ശബ്ദം നീ കിടക്കുന്നിടത്ത് നിന്നെ തേടി വരുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്. ദൈവമക്കളെ, എൻ്റെ അകത്ത് ഒരു മെസ്സേജ് ആത്മാവ് ഇടപെടുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ, നീ കിടക്കുന്ന ഇടത്ത് നിന്നെ തേടി വരുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്. നീ കിടക്കുന്നത് പത്മോസിലാണെങ്കിൽ അവിടെ ഈ ദൈവ ശബ്ദം നിന്നെ തേടി വരും. ആലയത്തിനകത്താണ് നീ കിടക്കുന്നതെങ്കിൽ ഈ ശബ്ദം നിന്നെ അവിടെ തേടി വരും. കാട്ടത്തി പഴം പറിക്കുന്നിടന്ന് ആമൻ ആമോസ് എന്ന ഇടയ ചെറുക്കനാണോ? ആ ശബ്ദം നിന്നെ തേടി വരും. ഇശായി പുത്രനായ ദാവീദാണോ? ആ വനാന്തരത്തിൽ ഈ ശബ്ദം നിന്നെ തേടി വരും. കഴുതയെ തേടിപ്പോയ ശൗലാണോ? ഈ ശബ്ദം നിന്നെ തേടി വരും. ആമൻ ആമൻ നിനവയിൽ നിന്നും തർസീസിലേക്ക് ഓടിപ്പോയ യോനയാണോ? ഈ ശബ്ദം നിന്നെ തേടി വരും. എത്ര പേർ ഈ പകൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ കൊതിയോടെ പറയും, ദൈവമേ, ഈ ശബ്ദം എന്നെ തേടി വരണമേ, ഈ ശബ്ദം എൻ്റെ കുടുംബത്തിൽ വരണമേ, ഈ ശബ്ദം എൻ്റെ കൂടാരത്തിൽ വരണമേ, ഈ ശബ്ദം എൻ്റെ കൂടാരത്തിനകത്ത് മുഴങ്ങട്ടെ. ദൈവശബ്ദം മൂന്നാമത് മുഴങ്ങി. ഏലിക്ക് മനസ്സിലായി, ഇത് ദൈവം അവനെ വിളിക്കുകയാണ്. ദൈവം അവനെ വിളിക്കുകയാണ്. കാരണം തനിക്കൊരു അനുഭവം ഉണ്ട്, തനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ദൈവശബ്ദം കേട്ട എക്സ്പീരിയൻസ് ആർക്കുണ്ട്? ഏലിക്കുണ്ട്. ഏലി പറയുന്നൊരു കാര്യമുണ്ട്, മോനെ നീ ചെന്ന് കിടന്നോ. ഇനി അങ്ങനെ ഒരു ശബ്ദം ഉണ്ടായാൽ ഉടനെ ദൈവത്തോട് പറഞ്ഞേക്കണം, അടിയനിതാ കേൾക്കുന്നു പറഞ്ഞോളൂ. വായിച്ചേ. ഏലി ശമൂവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ എന്താണ് മോനെ? ഇനിയും നിന്നെ വിളിച്ചാൽ. എനിക്കൊരു വാക്യം അതിനകത്തുണ്ട്. എൻ്റെ പ്രസംഗ വിഷയത്തിനകത്ത് ഈ സബ്ജക്റ്റേ ഇല്ല, ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല, ധ്യാനിച്ചിട്ടേ ഇല്ല. പക്ഷെ കയറി വന്നതുകൊണ്ട് ഞാൻ പറയാം, പിന്നെയും നിന്നെ വിളിച്ചാൽ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അങ്ങനെ ആവർത്തിച്ചു ദൈവം വിളിക്കുമോ? ഒരാളെ തന്നെ ദൈവം ആവർത്തിച്ചു വിളിക്കുമോ? ചോദ്യമാണ് കേട്ടോ. ദൈവം ഒരാളെ ഉപയോഗിക്കാൻ ദൈവം നനച്ചാൽ ആവർത്തിച്ച് ദൈവം അവനെ തന്നെ വിളിക്കും. ദൂത മനസ്സിലായോ? സഹോദര, ദൈവദാസി, നിന്നെയാണ് ദൈവം കണ്ടതെങ്കിൽ അവൻ ഒന്നല്ല 1000 പ്രാവശ്യം വിളിക്കാൻ മടിയില്ലാത്തൊരു ദൈവം ഇന്ന് പകൽ ഈ ആലയത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു മടിയും വേണ്ട. ഒരു പക്ഷെ നിന്റെ അപ്പൻ, നിന്റെ അമ്മ, നിന്റെ സഹോദരങ്ങൾ നിന്നെ 1 പ്രാവശ്യം വിളിക്കുമായിരിക്കും. എന്നാൽ അവൻ നീ വരുന്നത് വരെ, നീ ഇറങ്ങുന്നത് വരെ, ആ നിയോഗ ത്തിലേക്ക് നീ നടത്തപ്പെടുന്നത് വരെ നിന്നെ മടി കൂടാതെ വിളിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിച്ച് ആമേൻ പറയും? മടിയില്ലാതെ വിളിക്കും.
വരുന്നത് വരെ വിളിക്കും. Praise the Lord. അവ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, എൻ്റെ ദൈവത്തിന് മടിയില്ല. നിങ്ങൾ നിങ്ങളുടെ കൂട് വിട്ട്, നിങ്ങളുടെ കൂട്ടത്തെ വിട്ട്, നിങ്ങളുടെ നാമധേയ കൂട്ടങ്ങളെ വിട്ട്, വിഗ്രഹാരാധനയെ വിട്ട്, വിഗ്രഹ ചിന്തകളെ വിട്ട്, ആഭിചാരങ്ങളെ വിട്ട്, മന്ത്രവാദങ്ങളെ വിട്ട്, വിഗ്രഹാരാധനയെ വിട്ട് നിങ്ങൾ ഇറങ്ങി വരുന്നത് വരെ എൻ്റെ ദൈവം നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യേകത ഞാൻ ഒറ്റ വാക്കിൽ പറയാം. എന്നാന്നറിയാമോ? ദൈവത്തിൻ്റെ വിളിയുടെ പ്രത്യേകത സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ വിളിക്കും. മടിയില്ല. ഞാൻ ഒരാളെ വിളിച്ചു, ഒരു പ്രാവശ്യം വിളിച്ചു, 2 പ്രാവശ്യം വിളിച്ചു, എനിക്ക് മടുക്ക്, ഞാൻ എൻ്റെ പാട്ടിന് പോകും. പക്ഷെ ദൈവം അങ്ങനെയല്ല. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ അവൻ ഭൂമിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങളൊരു കാര്യം അറിയണം. ദൈവത്തോട് നിയമം ചെയ്ത് യാഗം കഴിച്ച വിശുദ്ധന്മാരെ ചേർക്കാൻ അവൻ ഒടുവിൽ ഒരു വിളിക്കും. ഇത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ദൈവത്തോട് നിയമം ചെയ്ത് യാഗം കഴിച്ച വിശുദ്ധന്മാരെ ഒടുവിൽ ആ വാനമേഘത്തിൽ കൂട്ടാൻ അവസാനം ഒരു വിളിക്കും. ആ വിളി കഴിഞ്ഞാൽ പിന്നെ അവൻ വിളിക്കില്ല. ആ വിളി കേൾക്കുന്നത് വരെ ഈ വിളി അകത്ത് കേറുന്നവർക്കായി സ്തോത്രം. ആമേൻ. എന്തായാലും അവന്റെ വിളിയോട് പ്രതികരിച്ചു. പൊസിഷൻ നോക്കരുത്. ദൈവം വിളിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയൊന്നും നോക്കരുത്. പലർക്കും വിഷയം എന്താണെന്നറിയോ? നമ്മുടെ ഈ ദൈവം വിളിക്കുമ്പോൾ നമ്മുടെ പൊസിഷനൊക്കെ, ഞാൻ ചെറിയ ആളാണോ? നയമാൻ അതായിരുന്നു കുഴപ്പം. നയമാൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? പോയി 7 പ്രാവശ്യം മുങ്ങ്. എവിടെ? യോർദാനിൽ. പിന്നെ ഒരു രാജ്യത്തിൻ്റെ സൈന്യാധിപൻ, അതും അവിടെ നല്ല നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂള് പോലത്തെ നല്ല അഭാനയും പർപ്പരും ഒക്കെ ഉള്ളപ്പോൾ ഈ കലക്കവെള്ളത്തിലോ പിന്നെ എന്നെ കിട്ടില്ല. കുഞ്ഞേ, ദൈവം നിന്നെ വിളിച്ചത് മറ്റാരും കിട്ടാത്തത് കൊണ്ടല്ല, എന്തോ നിന്നോടൊരു ഇഷ്ടം തോന്നി. എനിക്കത്രേ പറയാറുള്ളൂ. ആമേൻ. ദൈവം നിങ്ങളെയും എന്നെയും വിളിച്ച എന്തിനാണെന്നറിയാമോ? നമ്മളേക്ക മിടുക്കും, നമ്മളേക്ക കഴിവും, നമ്മേക്ക സൗന്ദര്യമുള്ള 1000 10,000 ഉണ്ടായപ്പോ അവരോടൊന്നും തോന്നാത്ത ഒരു പ്രേമം എൻ്റെ യേശുവിനും നിന്നോട് തോന്നിയെന്ന് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് പകൽ ഇതിനകത്തിരുന്ന് ഈ ദൈവത്തെ ആരാധിക്കുന്നത്. എൻ്റെ കൂട്ടക്കാരോട്, എൻ്റെ ചർച്ചക്കാരോട്, എൻ്റെ കൂടെ ജോലി ചെയ്തവരോട്, എൻ്റെ സഹമിത്രങ്ങളോട്, എൻ്റെ സഹപാഠികളോട് ആരോടും തോന്നാത്ത ഒരു സ്നേഹം എൻ്റെ ദൈവത്തിന് എന്നോട് തോന്നി. ഒരു അല്ലേലു എന്ന് പറഞ്ഞു. അല്ലേ തോമസേ? മറ്റാരോടും തോന്നാത്തൊരു സ്നേഹം ആരോട് തോന്നി? അത് മനസ്സിലാക്കുക. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാനൊരു കാര്യം പറയാം. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സ്തോത്രം ശശി സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടാണ്. ശശി സാർ. ഈ സാറ് ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ, ബോർഡിൽ എഴുതിയിട്ട് സാർ അവിടെ പോയിരിക്കും. അത് മായ്ക്കാനായിട്ട് സ്മിതയെ വിളിക്കും. ഞങ്ങൾക്ക് സ്മിതയോട് എന്ത് ദേഷ്യമായിരുന്നു. ബോർഡിൽ എഴുതുന്നത് മായ്ക്കാൻ ആര് വിളിക്കും? സ്മിതയെ വിളിക്കും. ശശി സാർ എഴുതി ചോക്ക് തീരുമ്പോൾ വിളിക്കും, നിതിൻ ഓഫീസിൽ പോയി ചോക്ക് എടുത്തിട്ട് വാ. അപ്പൊ ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുക. അവർക്ക് ഇവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അവനെ വിടൂ, അവളെ വിടൂ. സാറിന് വെള്ളം വേണോ? ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് വാ നിതിൻ. അപ്പൊ ഞങ്ങൾ ഓർക്ക് ഈ നിതിനോട് സ്മിതയോട് മാത്രം എന്താ ഇത്ര സ്നേഹം? ഞങ്ങളും ഈ സ്കൂളിൽ പഠിക്കാൻ വന്നവരല്ലേ, പക്ഷെ ഒരു സ്നേഹം. അതിനകത്ത് ഞങ്ങൾ കുശുമ്പ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു അല്ലേലു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്നേഹം നിങ്ങളോട് ദൈവത്തിന് തോന്നി. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യാൻ പറ്റും? സ്വതന്ത്രം പറ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ചോക്കടിപ്പിക്കാനും ബോർഡ് വായിക്കാനും ഒക്കെ ശശി സാർ സ്മിതനെ നിതിനെയൊക്കെ വിളിച്ചതുപോലെ ഇത്രയും കോടിക്കണക്ക് ജനത്തിനകത്തുനിന്ന് നിങ്ങളെ മാത്രം വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ടും ഞാൻ പറഞ്ഞിട്ട് വേണ്ട ഒരു അല്ലേലൂയ പറയാൻ? അല്ല, ഞാൻ പറയുന്നത് ഇത്രയും സ്നേഹിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടും ഒരു അല്ലേലൂയ എന്ന് പറയുമ്പോൾ ഇച്ചിരിയല്ലേ പൊക്കുന്നുള്ളൂ.
അല്ലേ? ഒരു ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ, ഉറക്കെന്ന് പറഞ്ഞേ. ഇത് മനസ്സിലാക്കിയിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യണം. ഇത് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ ആരാധിക്കണം. എന്നോട് എൻ്റെ ദൈവത്തിന് ഇഷ്ടം തോന്നി, മറ്റാരേക്കാൾ അധികം എൻ്റെ ദൈവത്തിന് എന്നോട് സ്നേഹം തോന്നി. അതിനാർക്കും ഒരു വിഷമമില്ല. അവൻ നോക്കിക്കേ, ദൈവം നിന്നെ വിളിച്ചാൽ ആ വിളിക്കൊരു സ്പെഷ്യൽ ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ആ ദൈവം നിന്നെ വിളിച്ചാൽ ഒരു മടിയും വേണ്ട. പൊസിഷൻ നോക്കരുത്, പദവി നോക്കരുത്, ഇറങ്ങാൻ തയ്യാറാകണം. ആമേൻ. ഈ മനുഷ്യൻ ആദാം മറഞ്ഞതുപോലെ മറഞ്ഞിരുന്നവനെയാ ദൈവം എവിടെ കൊണ്ടുവന്നത്? പുറത്തു കൊണ്ടുവന്നത്. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പുള്ളി അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച മോനെ. അവൻ എവിടെ എത്തിയപ്പോ? അവൻ യെരീഹോവിലെത്തി കടന്നു പോകുമ്പോൾ. അവൻ യെരീഹോവിൽ ഒരു കാരണവശാലും വിളിക്കാൻ സാധ്യതയില്ലാത്തൊരു കൂട്ടരാ. ആര്? യെരീഹോ. ഇവരെ നമ്മൾ പറയില്ലേ, ഈ അടിച്ചതിനകത്ത് കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. ഇവരൊന്നും കേറ്റാൻ കൊള്ളത്തില്ല. ഇവരുടെ പട്ടണത്തെയൊക്കെ ദൈവം ശപിച്ചതാന്നേ. ദൈവം മനസ്സുകൊണ്ട് ശപിച്ച് ദൈവം മാറ്റി നിർത്തിയതാ. ഒന്ന് വായിക്കാമോ? യോശുവയുടെ പുസ്തകത്തെ യോശുവ 6-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്നെടുത്ത്. 6:26. അക്കാലത്ത് യോശുവ ഒരു ശപഥം ചെയ്തു. എന്താ ശപഥം ചെയ്തേ? ഈ യെരിഹോ പട്ടണത്തെ പണിയാൻ ശപഥം ചെയ്തു. ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. യഹോവയുടെ മുമ്പാകെ എന്ത് ചെയ്യവൻ? ശപിക്കപ്പെട്ടവൻ. അപ്പോ അത് വാക്യം ഇതാണ്. നിങ്ങൾക്കറിയാം, 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ നിമിത്തം അകത്തോട്ട് കയറാതിരിക്കേണ്ടതിന് യെരിഹോ പട്ടണം അവർ അടച്ചുറപ്പാക്കി. ഞാൻ എന്നും പറയും, 700 അടി വീതിയും 100 അടി ഉയരമുള്ള യെരിഹോവിന്റെ മതിൽ ഇസ്രായേൽ മക്കൾ അകത്തോട്ട് കയറാതിരിക്കാനും അവിടെ നിന്നൊരുത്തൻ പുറത്തോട്ട് പോകാതിരിക്കാനും യെരിഹോ മതിൽ കെട്ടി അവർ അടച്ചുറപ്പാക്കി. പക്ഷേ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് തോളത്ത് വെച്ച് അവർ മതിലിന് ചുറ്റും 6 പ്രാവശ്യം നടന്നു. 7-ാമത്തെ പ്രാവശ്യം കാഹളമൂതിയപ്പോൾ യെരിഹോ മതിൽ തകർന്ന് താഴിപ്പണമായി. പ്രൈസ് ദി ലോർഡ്. സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിയവരുടെ നടുവിൽ യെരിഹോ പട്ടണം തകർന്നടിഞ്ഞ് താഴെ വീണു. എന്നിട്ട് ആ ഇടിഞ്ഞ് തകർന്നു വീണ യെരിഹോ പട്ടണത്തിന്റെ അകത്തോട്ട് കയറി ഈ ദൈവ മനുഷ്യൻ നിന്നിട്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ദൈവം ഇടിച്ച് തകർത്ത് താഴെ ഇട്ട് യെരിഹോ പട്ടണത്തിലകത്ത് കയറിയിട്ട് ദൈവം ജോഷുവ ഒരു വാക്ക് പറഞ്ഞു. ജോഷുവ പറഞ്ഞ വാക്ക് എന്നാണെന്നറിയാമോ? വായിച്ച മോനെ. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ, ഈ യെരിഹോ പട്ടണം ആരെങ്കിലും പണിയാൻ തുനിഞ്ഞാൽ മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. എന്നിട്ട് ഒരു ശാപവാക്ക് കൂടി പറഞ്ഞു. വായിച്ചേ. അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും. അവൻ ആരെങ്കിലും ഞാൻ തകർത്തതിനെ ഇനി പണിയാൻ അടിസ്ഥാനമിട്ടാൽ അതിന് അടിസ്ഥാന കല്ലിടുമ്പോൾ അവന്റെ മൂത്ത മകന്റെ മയ്യത്തെടുക്കും. സാധാരണ ഭാഷ പറയാ. അടുത്ത വാക്യം. അതിന്റെ കതക് തൊടുമ്പോൾ കതക് വെക്കുമ്പോൾ ഇളയ മകന് നഷ്ടമാകും. എന്ന് വെച്ചാൽ കല്ലിടുമ്പോൾ മൂത്ത മകൻ പോകും. കതക് വെച്ചാൽ ഇളയ മകൻ പോകും. ജോഷുവയുടെ ശപഥമാ. കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ ദൈവം ഇടിച്ചു കളഞ്ഞതിനെ, ദൈവം തകർത്ത് കളഞ്ഞതിനെ ഇനി ആരെങ്കിലും പണിയാൻ നോക്കിയാൽ, പണിക്ക് വേണ്ടി ആരംഭിക്കുമ്പോൾ ആ കുടുംബത്തിനകത്തുനിന്ന് 2 തലമുറ നഷ്ടപ്പെടും. മൂത്തവനും ഇളയവനും നഷ്ടപ്പെടും. നിങ്ങൾക്ക് കേൾക്കണോ? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരുത്തൻ എഴുന്നേറ്റിട്ട് ദൈവം ഇടിച്ച് തകർത്ത യെരിഹോ പട്ടണം പണിയാൻ ആരംഭിച്ചു. കല്ലിട്ടതിന്റെ അന്ന് മൂത്ത മകൻ നഷ്ടമായി. കതക് വെച്ചതിന്റെ അന്ന് ഇളയ മകൻ നഷ്ടമായി. യെരിഹോ ശപിക്കപ്പെട്ട പട്ടണമാണ്. യെരിഹോ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശാപം വീണ പട്ടണമാണ്. ഇതാ ദൈവം ശപിച്ച പട്ടണത്തിനകത്തുനിന്ന്, ദൈവം ശപിച്ച് മാറ്റി നിർത്തിയ പട്ടണത്തിനകത്തുനിന്ന് ദൈവത്തെ തേടി ചെന്നവനെ ദൈവം തേടി ചെല്ലുന്നു.
നിങ്ങൾക്ക് ഇപ്പൊ ഇത് മനസ്സിലായോ? ഞാൻ ഇതൊന്ന് വെയിറ്റ് ചെയ്തത്. ദൈവം ശപിച്ചു മാറ്റിയിട്ട ആ യെരിഹോ പട്ടണത്തിൽ ഒരുത്തനൊരാഗ്രഹം ദൈവത്തെ കാണാൻ. ഞാനൊരു ദൂത് ആരോടോ പറയുന്നു, നിന്റെ കുടുംബം ശപിക്കപ്പെട്ടതാകാം, നിന്റെ കുടുംബം ശാപത്തിന്റെ അടിസ്ഥാനത്തിൽ കിടക്കുന്നതാകാം. പക്ഷെ അതിനകത്ത് നിന്ന് നീ ഒരുവനായിട്ട് ഈ ദൈവത്തോടൊന്ന് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ കുഞ്ഞെ, നിന്റെ വീട് രക്ഷയുടെ ഭവനമാക്കി, ഉല്ലാസത്തിന്റെ ഭവനമാക്കി, നീതിയുടെ ഭവനമാക്കി, അവൻ അഭിഷേകത്തിന്റെ ഭവനമാക്കി എന്റെ ദൈവം തീർക്കും. മനസ്സിലാകുന്ന ദൈവമക്കൾ കരമുയർത്തി നല്ലവണ്ണം ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. എന്റെ ചിന്ത വന്നത് ഇങ്ങനെയാണ്. ദൈവം ശപിച്ച പട്ടണം, ദൈവം ആമൻ ശപിച്ച് മാറ്റിയിട്ട പട്ടണം, ആ പട്ടണത്തിനകത്തുനിന്നാണ് സക്കായി യേശുവിലേക്ക് വന്നത്. അല്ലേ? ഇനി ഒരാളെ കൂടി പറഞ്ഞു തരാം. ഇതിനു മുമ്പത്തെ ചരിത്രം ഞാൻ നിങ്ങളെ തൊട്ടു. ഒരു കുരുടൻ ഇരുന്നത് എവിടെയാ? ഇതേ യെരിഹോവില. ഇവിടെ കണ്ണ് കാണാത്തൊരു കുരുടനും പൊക്കം കുറഞ്ഞൊരു സക്കായിയും യേശുവിനെ കാണാൻ കയറിയപ്പോ ശപിക്കപ്പെട്ട ആ സ്ഥലത്തുനിന്ന് രണ്ടെണ്ണത്തെ ദൈവം പൊക്കി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാ, എത്ര ശാപത്തെയും നീക്കാൻ കഴിവുള്ളവനാ ഈ പകൽ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നത്. അവൻ ആത്മാവിൽ ഞാൻ ദൂത് പറയുക. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നാളുകളായി നിന്റെ കുടുംബത്തിന്റെ അകത്ത് കിടക്കുന്ന ശാപത്തിന്റെ കെട്ടുകൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ആരാധിച്ച് നിങ്ങൾ ഇരിക്കുന്നിടത്ത് വിടുതലേറ്റത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നസ്രത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ശാപത്തിന്റെ കെട്ടുകൾ ഇപ്പോൾ താൻ പാർത്തിരുന്ന യെരിഹോ പട്ടണം പാപികളുടെ പട്ടണമാണ്. താൻ പാർത്തിരുന്ന യെരിഹോ പട്ടണം കള്ളന്മാരുടെ പട്ടണമാണ്. താൻ പാർത്തിരുന്ന യെരിഹോ പട്ടണം ശപിക്കപ്പെട്ട പട്ടണമാണ്. ഇനി എന്തെല്ലാം പറയണം? യെരിഹോവിനെ കുറിച്ച് ഇനി വേണോ? ഇനി റെഫറൻസ് വേണോ? എടുക്കാത്ത എന്നാന്നറിയോ? എടുത്തു കഴിഞ്ഞ് ഇതൊന്നും ഈ കാലത്തൊന്നും തീരില്ല. യെരിഹോ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എവിടേക്ക് പോയി? യെരിഹോവിൽ ലൂക്കോസിൽ സുവിശേഷം 10 പറയുന്നു, അവൻ വിശുദ്ധന്മാരുടെ കയ്യിൽ അകപ്പെട്ടെന്നല്ല. പിന്നെയോ അപ്പൊ യെരിഹോവിൽ നല്ലവരില്ല, യെരിഹോവിൽ വിശുദ്ധരില്ല. യെരിഹോവിൽ ഉള്ളത് കള്ളന്മാരും പാപികളും ചുങ്കക്കാരും ഇങ്ങനെയുള്ളവരാ. എന്നാൽ ആ ശപിക്കപ്പെട്ട പാപികൾ പാർക്കുന്ന പട്ടണത്തിനകത്തുനിന്ന് ഒരുത്തൻ യേശുവിനെ കാണാൻ കയറി. അവനോട് ദൈവം പ്രതികരിക്കാൻ തുടങ്ങി. എനിക്ക് ഈ ദൂത് വായിച്ചിട്ട് നൃത്തം ചവിട്ടാൻ തോന്നി. അവൻ നോക്കിക്കേ, ഈ കോടിക്കണക്കിന് ജനം ശാപത്തിൽ കിടക്കുകയാണേലും അതിനകത്തൊന്ന് ഞാഞ്ഞൂള് പോലത്തെ ഒരുത്തൻ ദൈവത്തോട് പ്രതികരിച്ചാൽ അവനെ പൊക്കിയെടുക്കും ദൈവാനകത്തുനിന്ന്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ കുടുംബം മുഴുവൻ ശാപത്തിന് അർഹമായി കിടക്കുകയാണേലും ശപിക്കപ്പെട്ടൊരു കുടുംബത്തിനകത്താണ് നീ വസിക്കുന്നതെങ്കിലും നീ ഒരുത്തൻ ദൈവത്തോട് പ്രതികരിച്ചാൽ അതിനകത്തുനിന്ന് ദൈവം നിന്നെ പൊക്കിയെടുത്ത് ദൈവം നിന്നെ മാനിക്കുമെന്ന് ആത്മാവിടപെടുന്നു. എനിക്കൊരു മനുഷ്യനെ അറിയാം, എന്റെ സ്നേഹിതനായിരുന്നു. ആ മനുഷ്യന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ആ മനുഷ്യന്റെ വീട്ടിൽ പോയി ഒരു രാത്രി ഞാൻ പാർത്തിട്ടുണ്ട്. പാലക്കാടിനടുത്ത് കാഞ്ഞിരപ്പുഴയ്ക്ക് ഡാമിനടുത്താണ് മനുഷ്യന്റെ വീട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അവൻ ശബരിമലയിൽ നിന്നും മേൽശാന്തിയെ കൊണ്ടുവന്ന് വീട്ടിനകത്ത് പൂജ നടത്തിയ ഒരു മനുഷ്യൻ. അത്രയ്ക്ക് സാമ്പത്തികമായ നിലവാരമുണ്ട്. തന്റെ വീട്ടിനകത്ത് സ്വന്തമായി ആനയുണ്ട്. അതുപോലെ ഇല്ലമാണ്. ആ ഇല്ലത്തിന്റെ വാതിക്കൽ എല്ലാ ദിവസവും 50-ലധികം ആളുകൾ ഫ്രീ ആയിട്ട് വന്ന് വരാന്തയിൽ നിന്ന് ആഹാരം കഴിച്ചു പോകും. ആ കുടുംബം മുടിഞ്ഞു. അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു, തന്റെ പെങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു. മൂത്ത ജ്യേഷ്ഠൻ മാനസിക രോഗിയായി. അവസാനം ഈ മനുഷ്യൻ നാട് വിട്ട് ബാംഗ്ലൂർ പോയി. അലഞ്ഞു തിരിഞ്ഞ് ബാംഗ്ലൂർ പട്ടണത്തിൽ കൂടി അലഞ്ഞു തിരിഞ്ഞു പോകുമ്പോൾ ബേഥേൽ എന്ന് പറയുന്ന ചർച്ചിന്റെ വാതിക്കൽ കൂടി കടന്നു പോയപ്പോൾ അകത്തു നടക്കുന്ന ആരാധന ശബ്ദം കേട്ട് എന്താണെന്ന് കാണാൻ ചുമ്മാ കയറി ചെന്നതാ. ആരും ആകർഷിച്ചതുപോലെ പിടിച്ചിരുത്തിയ മനുഷ്യനെ
ആമേൻ, ആമേൻ. ദൈവശബ്ദം മുഴങ്ങി. ആ ദൈവശബ്ദത്തിന്റെ നടുവിൽ പൂനൂല് നരിച്ച ബ്രാഹ്മണ മനുഷ്യനായ മനുഷ്യൻ ദൈവത്തെ സ്വീകരിക്കാൻ തയ്യാറായി. അവിടുന്ന് ദൈവം കയറ്റാൻ തുടങ്ങി. ദൈവം അവിടുന്ന് പിടിച്ച് കയറ്റാൻ തുടങ്ങി. പടിയായിട്ട് തന്നെ ഉയർത്തി. ആമൻ. ഹൈക്കോർട്ടിന് തൊട്ടടുത്ത് എറണാകുളം ടൗണിന്റെ നടുവിൽ, ആമൻ, എറണാകുളത്ത് ജനിച്ചവർക്ക് പോലും പാലസ് തുല്യമായ ഒരു ഭവനമില്ലാതിരിക്കുമ്പോൾ ആ മനുഷ്യൻ രാജകീയ തുല്യമായി ഈ എറണാകുളം പട്ടണത്തിൽ ഇന്നും ജീവിക്കുന്നു. തന്റെ പൊസിഷൻ മാറി, തന്റെ നിലവാരം മാറി. രാജ്യങ്ങളെ ദൈവം തന്നെ കൊണ്ടുപോയി. എവിടെന്നറിയാമോ? ശാപത്തിന്റെ അകത്തുനിന്ന് പൊക്കിയെടുത്ത് ഈ മാന്യതയെ കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. ഈ പകൽ ദൈവം നിന്നെ വിളിക്കുന്നു. ഈ ദൈവത്തോടൊന്ന് പ്രതികരിക്കാമോ? എരീഹോ ശപിക്കപ്പെട്ട പട്ടണമാണ്. എരീഹോ ശാപത്തിന്റെ പട്ടണമാണ്. എരീഹോ ഒരിക്കലും കടന്നു വരാൻ കഴിയാത്ത പട്ടണമാണ്. പക്ഷേ അതിന്റെ നടുവിലും ദൈവ മനുഷ്യൻ ഇതാ ദൈവത്തിലേക്ക് അകന്നു വരികയാ. മോനെ, ലൂക്കോസിന്റെ സുവിശേഷം 10:31 വായിച്ചേര്. ആ എരീഹോ പട്ടണത്തിന്റെ ഒരു കൊച്ചു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. ഞാൻ വായിക്കാം. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരീഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അപ്പൊ കള്ളന്മാരുള്ള സ്ഥലം ആണ് ഏത്? എരീഹോ എന്ന് പറയുന്നത്. അതിനകത്തു നിന്നാണ് ഒരുവൻ യേശുവിനെ കണ്ടുമുട്ടിയത്. സ്വതന്ത്രം 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 സ്വതന്ത്രം. നല്ലൊരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആമേൻ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. യേശുവിലൂടെ നമ്മുടെ പാപവും യേശുവിലൂടെ നമ്മുടെ ശാപവും മാറിക്കിട്ടും. സ്തോത്രം പറയാമോ? യേശുവിന് മാത്രമേ നമ്മുടെ പാപം ക്ഷമിക്കാൻ പറ്റൂ. തൻ്റെ ഇടത്തോടെ പറയാം, യേശുവിന് മാത്രമേ നമ്മുടെ ശാപം മാറ്റാൻ പറ്റൂ. സ്വതന്ത്രം 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 സ്വതന്ത്രം. ആമേ. ഒരിക്കലേ എൻ്റെ അപ്പച്ചൻ എന്നെ മുഖത്ത് നോക്കിയിട്ട് ഒരു ദിവസം സ്നേഹത്തോടെ മകനെ എന്ന് വിളിച്ചു. അതിൻ്റെ കൂടെ ഡാഷ് ഡാഷ് കുറേ കൂടി കൂട്ടിച്ചേർത്തു. എന്നിട്ട് ഒരു കാലത്തും നീ എന്ത് ചെയ്യല. പണ്ട് കൊയ്ത്തിന് പോകാനായിട്ട് വെച്ചിരുന്ന കൊയ്ത്തരുവ ഉണ്ടായിരുന്നു. കൊയ്ത്തരുവ എടുത്ത് അടുക്കളയെന്ന് എനിക്ക് മനസ്സിലായി. വെട്ടും ഓടി, അടുക്കള വഴി ഓടി. കിട്ടിയത് ഒരു പഴയ ഒരു ബാഗാണ്. ആ ബാഗും 2-3 ഷർട്ടും ഒക്കെ വലിച്ച് പാൻറ്റും ഒക്കെ എടുത്തിട്ട് ഒറ്റപ്പോക്ക് കണ്ണൂരേക്ക്. പിന്നെ 6 മാസം കഴിഞ്ഞാൽ വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ അടുക്കള വഴി കയറി കഴിച്ചിട്ട് നിന്നെ പോവും. കാണുമ്പോ വിളിക്കും ശപിക്കപ്പെട്ടവൻ. അവസാനം ഇങ്ങനെ പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് ഞങ്ങൾ മരിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരു സഹോദരൻ പറഞ്ഞു, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ചു കുടിച്ചാ മരിച്ചത്. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? ഇവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ലെന്നും ഇവൻ ഒരു കാലത്തും ശരിയാകില്ലെന്നും ഇവൻ ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ മരണം കാണില്ല എന്നും പറഞ്ഞ അവർക്ക് അവൻ സ്തോത്രം സ്വന്തമായി ഒരു വീട് പണിത് കൊടുത്തു. അവൻ ഒരിക്കൽ അപ്പച്ചൻ എന്നോട് പറഞ്ഞ പോലെ, കാര്യമൊക്കെ ശരിയാ, നീ ഫോട്ടോ വെച്ച് താമസിക്കുന്നു, ഞങ്ങൾ അവിടെ വന്ന് താമസിച്ചു. പക്ഷെ അപ്പനൊരാഗ്രഹമുണ്ട് മോനെ. എന്നാ? ഈ പഴയ വീടൊന്ന് പൊളിച്ച് അപ്പനൊരു കൊച്ചു വീട് വെച്ച് തരുമോ? അപ്പന് വെച്ച് തരാം. അങ്ങനെ 6 മാസം കൊണ്ട് അപ്പച്ചനൊരു വീട് പണിത് കൊടുത്തു. 2 ബെഡ്റൂമും 1 ഹാളും 1 കിച്ചനും അറ്റാച്ച്ഡ് ബാത്റൂമായി അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടി ഒരു വീട് പണിത് കൊടുത്തു. അവരതിൽ പാർത്തു. അതിൽ കിടന്ന 2 പേരും മരിച്ചത്. ആമേൻ. ആമേൻ. കർത്താവിന് സ്തോത്രം പറയാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയാം. ശാപത്തെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. അവന്റെ പേരാണ് യേശു. എനിക്കറിയാം. അവൻ നിങ്ങൾക്കറിയാമോ? ഈ മെസ്സേജ് ലോക രാജ്യങ്ങളിൽ ഇരുന്ന് 100 കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നെ ഈ മെസ്സേജ് കഴിയുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് പലരും വിളിച്ചുകൊണ്ടിരിക്കുക. പല രാജ്യം. അതുകൊണ്ട് ഞാൻ പറയുക, നീ ഏത് രാജ്യത്തിരുന്നു ഈ മെസ്സേജ് നീ കേട്ടാലും സഹോദര, ഞങ്ങൾ നിന്നോട് മതം മാറാൻ പറയുന്നില്ല. ഒരിക്കലും നീ ആയിരിക്കുന്ന നിങ്ങളുടെ സാഹചര്യം വിട്ട് അവരെയെല്ലാം ഉപേക്ഷിച്ചു വരാൻ ഞങ്ങൾ നിന്നോട് പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഒരൊറ്റ വാക്കുണ്ട്: യേശു നിന്റെ പാപം ക്ഷമിക്കും. യേശു നിന്റെ ശാപം മാറ്റും. യേശു നിന്റെ പാപം ക്ഷമിക്കും. യേശു നിന്റെ ശാപത്തെ എന്നേക്കുമായി മാറ്റും. അനുഭവിച്ച ഞങ്ങൾ ഇന്ന് പകൽ ധൈര്യത്തോടെ പറയുന്നു, അത് കഴിവുള്ളവൻ യേശുവാണ്. അത് യേശുവിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ.
അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന് 12-ാമത്തെ വാക്യം, ശപിക്കപ്പെട്ട യെരിഹോ പട്ടണത്തിനകത്ത് നിന്ന് ഇതാ സക്കായിയെ ദൈവം പുറത്തു കൊണ്ടുവന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്നിട്ടെ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിന് 12-ാമത്തെ വാക്യം ഒന്നിട്ടെ. മറ്റൊരുത്തനിലും എന്തില്ല? രക്ഷയില്ല. അടുത്ത വാക്യം, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഞാൻ പറഞ്ഞ ദൂത് നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ ശപിക്കപ്പെട്ട യെരിഹോ പട്ടണത്തിനകത്ത് നിന്ന് ഇത് സക്കായി യേശുവിനെ നോക്കിയപ്പോൾ അവൻ സക്കായിയെ തേടി വരികയാണ്. ആത്മാവിന്റെ രക്ഷ, ആത്മാവിന്റെ വിടുതൽ. അതുകൊണ്ട് ആത്മാവിൻ ഞാൻ നിങ്ങളുടെ ദൂത് പറയുന്നു, യേശു ക്ഷമിക്കാത്ത ഒരു പാപവും യേശു ക്ഷമിക്കാത്തൊരു പാപവുമില്ല. അവന് മാറ്റാൻ കഴിയാത്തൊരു ശാപവുമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി പറയുന്നത് മറ്റൊരുത്തനിലും എന്തില്ല. അവൻ ഇത് പറയുമ്പോ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവൻ ഇത് തെരുവിൽ പറയാനൊക്കത്തില്ല, ഇത് പബ്ലിക്കിൽ പറഞ്ഞാൽ അന്നേരം പ്രശ്നമാ. എന്നാലും ഞങ്ങൾ തൻ്റെ ഇടത്തോടെ പറയുന്നു, മറ്റൊരുത്തനിലും ഈ ഭൂമിയിൽ അവതരിച്ച മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷ ഒരുവനിൽ മാത്രം. അവൻ തൻ്റെ ഇടത്തോടെ കരമടിച്ചു പറ, രക്ഷ ഒരുവനിൽ മാത്രം. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ രക്ഷയ്ക്കൊരു നാമമില്ല. രക്ഷിക്കപ്പെടാൻ, അവൻ ശാപം മാറാൻ, വിടുതൽ പ്രാപിക്കാൻ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. അവൻ ഇരിക്കുന്ന ഇടം മറന്ന് കരമടിച്ച് ആ യേശുവിന്റെ നാമത്തെ ഒന്ന് ആരാധിച്ച്, യേശുവിന്റെ നാമത്തെ ഒന്ന് സ്തുതിച്ച്, ഒരൊറ്റ നാമം. അന്നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയോ അധോലോകരുടെയോ സകല മുഴങ്കാലുകളും മടങ്ങുന്ന നാമമാണ്. ഭൂതങ്ങൾ വിറക്കുന്ന നാമമാണ്. സൗഖ്യമാക്കുന്ന നാമമാണ്. അവ ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന നാമമാണ്. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലയിടത്ത് സൗഖ്യം വ്യാപരിക്കുന്നു. ചില ദുര്യാത്മമണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇളകി മാറുന്നു. യേശുവിന്റെ നാമ ഉയർച്ചയുടെ നാമമാണ്. യേശുവിന്റെ നാമ വിടുതലിന്റെ നാമമാണ്. യേശുവിന്റെ നാമ സൗഖ്യത്തിന്റെ നാമമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, നിന്റെ തല മുതൽ പാദം വരെ അതാ സൗഖ്യത്തിന്റെ നാമ ഇപ്പോൾ ഇറങ്ങി വരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സൗഖ്യമാകുന്നു. ആ ട്യൂമർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സൗഖ്യമാകുന്നു. ആ സ്പൈനൽ കോഡ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സൗഖ്യമാകുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ സൗഖ്യമാകും. എല്ലാം നാമത്തിലെ മേലായ നാമ, എണ്ണമില്ല ഭാവ, അവ എന്നിൽ നിന്ന് പോക്കിയ നാമ, അവൻ വാനിലും ഭൂമിയിലും ഏറ്റവും ഉയർത്തപ്പെട്ട നാമ, സകല നാമത്തിലെ മേലായ നാമ, യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് യോഹന്നാനും പറഞ്ഞ്, ഞങ്ങളെ നോക്കുവീൻ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസറായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതുകൊണ്ട് വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ യേശുവിന്റെ നാമമല്ലാതെ കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിക്ക്. രക്ഷിക്കപ്പെടാൻ യേശുവിന്റെ നാമമല്ലാതെ, ഉയർച്ച പ്രാപിക്കാൻ യേശുവിന്റെ നാമമല്ലാതെ, നിത്യത പ്രാപിപ്പാൻ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല. ഫിലിപ്പിയ ലേഖനം പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമമാക്കി ഉയർത്തി. നിങ്ങൾക്കറിയില്ല കേട്ടോ, ഈ നാമം ഉയർച്ചയുടെ നാമമാണ്. എത്ര പേരോട് പ്രതികരിക്കാൻ തുടങ്ങുക, ഈ നാമം ഉയർച്ചയുടെ നാമമാണ്. അതുകൊണ്ടാണ് പൗലോസിനോട് യോഹന്നാനോട് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ഏത് നാമം വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഈ നാമം പറയരുത്. യേശുവിന്റെ നാമം നിങ്ങൾ ഉച്ചരിക്കരുത്. എന്താണോ അവൻ എല്ലാ നാമം പറയാം. ഈ നാമത്തിന് എന്താ കുഴപ്പം? ഈ നാമം പറഞ്ഞാൽ എന്നാ പ്രശ്നം? അവർക്ക് പറയാനുള്ളത് ഒന്നാണ്, ഞങ്ങളുടെ കെട്ടുകൾ പൊട്ടുന്നത് ഈ നാമത്തില, ഭൂതങ്ങൾ ഇളകുന്നത് ഈ നാമത്തില, അത്ഭുതങ്ങൾ നടക്കുന്നത് ഈ നാമത്തില. ദൈവപൈതലേ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ അനുഭവിച്ച ദൈവജനം ഇതിനകത്തുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇടം മറന്ന് ആത്മാവിൽ ആരാധിക്ക്. നിന്റെ വീട്ടിനകത്ത് കിടക്കുന്ന എത്ര കടും കെട്ടായ വിഷയമാണേലും യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടിമാറും. ഓ ശബല
നിന്റെ കൂടാരത്തിനകത്ത് കിടക്കുന്ന എത്ര കഠോരമായ കടുങ്കട്ടാണേലും യേശുവിന്റെ നാമത്തിൽ പൊട്ടും, യേശുവിന്റെ നാമത്തിൽ പൊട്ടും, യേശുവിന്റെ നാമത്തിൽ പൊട്ടും, യേശുവിന്റെ നാമത്തിൽ പൊട്ടും. ഈ പകൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തി കൂടാരങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു, കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു, രാജ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ആമേൻ. രാമൻ ദേശങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന് ഈ ദൂത് കേൾക്കുന്നു, അവിടേക്ക് വാഹനത്തിനകത്തിരുന്നാണോ കേൾക്കുന്നത്? ആമേൻ. ഓഫീസിൽ ഇരുന്നാണോ കേൾക്കുന്നത്? ആമേൻ. ആലയത്തിനകത്ത് ഇരുന്നാണോ കേൾക്കുന്നത്? എവിടെ ഇരുന്ന് കേട്ടാലോ ആത്മാവ് നിന്നോട് പറയുന്നു, ഇതാ യേശുവിന്റെ നാമം നിന്റെ വീട്ടിനകത്തേക്ക് ഇറങ്ങി വരുന്നു. ആ നാമം നിന്നെ വിടുവിക്കുന്ന നാമമാണ്. Yes, 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 yes. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, മാനസിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറട്ടെ, ഡിപ്രഷനുകൾ വിട്ടുമാറട്ടെ. ആമേൻ. മീതെ കയറ്, മീതെ കയറ്. യേശുവിന്റെ നാമത്തിൽ ചിറകടിച്ച് കയറ്, യേശുവിന്റെ നാമത്തിൽ നീ പിടിച്ചു കയറ്. അവൻ നിനക്ക് രക്ഷപ്പെടാൻ ഒരു നാമമുണ്ട്, നിനക്ക് പിടിച്ചു കയറാൻ ഒരു നാമമുണ്ട്, നിനക്ക് മീതെ കയറാൻ ഒരു നാമമുണ്ട്. ആ നാമം അത്ര യേശുവിന്റെ നാമം. തുലന സന്ധേരകൽഖനാദന ഉടൽ ഖടേധന ജനഘടകദുര ജനാരകസീഖനാര. ഹല്ലേലൂയ. യെരിഹോം എന്തിന്റെ പട്ടണമാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. യെരിഹോം പാപത്തിന്റെ പട്ടണമാണ്. യെരിഹോം കള്ളന്മാരുടെ പട്ടണമാണ്. യെരിഹോം ദൈവം ഇടിച്ച പട്ടണമാണ്. ദൈവം ഇടിച്ച് തകർത്ത് ആമേൻ ജോഷുവയുടെ നേതൃത്വത്തിൽ ശപിക്കപ്പെട്ട പട്ടണമാണ് യെരിഹോം പട്ടണം. ആ പട്ടണത്തിനകത്ത് നിന്നാണ് ഒരുത്തൻ ഒരു തോന്നൽ, എനിക്ക് ആരെ കാണണം, നമ്മുടെ മെസ്സേജിലേക്ക് കൊണ്ടുവരാം. അത്രയും ശപിക്കപ്പെട്ട പട്ടണത്തിനകത്ത് നിന്ന് ഒരുത്തന് എന്ത് ചെയ്യുന്നു? യേശുവിനെ കാണണം. കൊള്ളാം, നല്ല ആഗ്രഹമാണ്. നല്ല ആഗ്രഹങ്ങളെ ദൈവം എന്നും മാനിക്കും. സ്വതന്ത്രം. പക്ഷെ ഒരു കാര്യം ഇതാണ്, അവൻ വന്നു, അവനെല്ലാം ഉണ്ട്. നിങ്ങൾ ഈ സക്കായിയുടെ ചരിത്രം ഒന്ന് നോക്കിക്കുക. സക്കായിക്ക് ഇല്ലാത്ത എന്താ? വീട്ടിൽ ചെന്നേ, സക്കായിയുടെ വീട്ടിൽ ചെന്നേ AC ഉണ്ട്, സെൻട്രൽ AC, ഫ്രിഡ്ജുണ്ട്, പിന്നെന്തെല്ലാം ഉണ്ട് പറ ജോന. സക്കായിയുടെ വീട്ടിൽ വേറെ എന്തൊക്കെയുണ്ട്? ഓവനുണ്ട്, പിന്നെന്തുണ്ട്? അല്ല, നിങ്ങൾ എപ്പോഴും ഈ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഈ എത്യോപ്യയിൽ വണ്ണാര മറ്റേ പുള്ളി ഫൈൻ ആർട്സ് പുള്ളി ചണ്ണൻ തേരിനാ പോയത്. തേരെന്ന് പറയുന്ന അന്നത്തെ റോൾസ് റോയ്സാണ്. ഇന്നത്തെ റോൾസ് റോയ്സാണ് അന്നത്തെ തേര്. അപ്പം നിസ്സാരമായിട്ട് കാണരുത്. അപ്പം അന്നും ഇന്നും കൂടി തുലനം ചെയ്യുമ്പോൾ ആ സക്കായി ഇന്നാണ് ജീവിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സക്കായി നമ്മുടെ ഫോട്ടോ വെച്ച് ഉണ്ടെങ്കിൽ സക്കായിയുടെ വീട് ചെറിയ വീടായിരിക്കും, കോടീശ്വരനായിരിക്കും. സക്കായുടെ വീട്ടിൽ കാണാത്തൊന്നും ഉണ്ടാകത്തില്ല, സക്കായുടെ വീട്ടിലില്ലാത്ത വണ്ടി ഉണ്ടാകത്തില്ല. പക്ഷെ എല്ലാ സക്കായിക്കുണ്ട്. പക്ഷെ സക്കായി കൊന്നില്ല. എന്താണെന്നറിയാം? രക്ഷയില്ല. ഒരു സ്വതന്ത്രം പറ. അവിടെ ഇല്ലാത്തതൊന്നുമില്ല, പക്ഷെ എന്തില്ല? രക്ഷയില്ല. കൊർന്നല്യോസിന് എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? രക്ഷയില്ല. ആമേൻ. എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും തമ്മിലുണ്ട്. പക്ഷെ ഒരു കാര്യം, യേശു വന്നത് ആർക്കും കൊടുക്കാൻ കഴിയാത്തതും ആർക്കും ചെയ്യാൻ കഴിയാത്തതും ആർക്കും ലഭിക്കാത്തതുമായത് കൊടുക്കാനാണ് യേശു വന്നത്. സ്വതന്ത്രം പറയാം. ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 1:21 നോക്കിക്കേ. യേശു കർത്താവിൻ്റെ ആ ജനനവുമായി ബന്ധപ്പെട്ട് ആമേൻ അവിടെ കൊടുത്തിട്ടുള്ള വാക്യമുണ്ട്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പാൻ. ഇതാ യേശുവിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ സഭക്കകത്ത് ചർച്ചിനകത്ത് ഇതൊന്നും കൂടുതൽ പ്രസംഗിക്കാറില്ല. ചർച്ചിനകത്ത് രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കാറില്ല. പക്ഷേ ഇന്ന് നമ്മുടെ പ്രസംഗം അകത്ത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ പുറത്താ ആളുകൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾക്കട്ടെ. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കുന്നു. സ്തോത്രം. അവരുടെ ദാരിദ്ര്യത്തിനകത്തുനിന്ന് രക്ഷിക്കുമെന്ന് മാത്രമല്ല,
അവരുടെ കടഭാരത്തിനകത്തുനിന്ന് രക്ഷിക്കുമെന്നല്ല, അവരുടെ പാപത്തിനകത്തുനിന്ന് രക്ഷിക്കും. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ആമേൻ. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. നിങ്ങളൊരു കടത്തിലാണോ? ആമേൻ. നിങ്ങൾ 10 ലക്ഷം രൂപ കടത്തിലാണോ? ആമേൻ. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ തന്ന് നിങ്ങൾ എന്ത് ചെയ്യാം? സഹായിക്കാം. ആ ആമേൻ, ആ 10 ലക്ഷം രൂപയുടെ കടത്തിനകത്തുനിന്ന് എനിക്ക് നിങ്ങളെ മോചിതരാക്കാം. പക്ഷെ പാപത്തിൽ നിന്നും മോചിതരാക്കാൻ കഴിവുള്ള ഒരു മനുഷ്യന് ഉലകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകട്ടുമില്ല. അങ്ങനെ ഭൂമിയിൽ വന്ന ഏക മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ ജനനത്തെ കുറിച്ച് പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കുന്ന കൊണ്ട് നീ അവൻ യേശുവെന്ന് പേരിടണം. സക്കായിയെ, നീ കാണാൻ കേറിയത് അവൻ കുഷ്ഠരോഗം സൗഖ്യമാക്കുന്നവനെ അല്ല, പാപത്തിൽ നിന്നും രക്ഷിക്കുന്ന യേശുവിനെയാണ്. സ്വതന്ത്രം പറഞ്ഞു. ഈ ആരും എന്നോട് വഴക്കുണ്ടാക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ യേശുവിലേക്ക് വരുന്നത് എന്തിനാണെന്നറിയാമോ? കടഭാരം മാറണം, പിന്നെ രോഗം മാറണം, വീട് വെക്കണം, ജോലി കിട്ടണം, കൊച്ചിൻ്റെ കല്യാണം നടക്കണം. ഈ ഒരൊറ്റ പർപ്പസുമായിട്ട് മാത്രമാണ് ആളുകൾ എവിടെ വരുന്നത്? യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. പക്ഷെ യേശു പറഞ്ഞ കാര്യം, മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിക്കാനാണ് ഞാൻ വന്നത്. അതാർക്കും ഒന്നും വേണ്ട. പാപത്തിൽ നിന്നുള്ള വിടുതൽ കിട്ടിയാൽ സകലത്തിലും വിടുതലാണ്. ഒരു അല്ലലിയോ എന്ന് പറഞ്ഞേ. സ്തോത്രം. ഈ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളും 21-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളും തമ്മിലുള്ള പ്രത്യേകത എന്നാണെന്നറിയോ? ഈ കർത്താവിന്റെ മഹത്വമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് അവരെ തന്നെ മറന്നിട്ട് ചോദിച്ചു, 3 കുടിൽ ഉണ്ടാക്കട്ടെ. അതാക്കുക മോശയ്ക്ക്, ഏലിയാവിന്, യേശുവിന്. മോശയ്ക്ക്, ഏലിയാവിന്, യേശുവിന്. അത് ആരംഭകാല വിശ്വാസിയെ കാണിക്കുന്നു. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിയ പത്രോസ് 21-ാം നൂറ്റാണ്ടിലെ വിശ്വാസിയുടെ പ്രതീകമാണ്. എല്ലാം വിട്ടു, ഞങ്ങൾക്ക് എന്നാ? ഒറ്റ പത്രോസിന്റെ 2 ചോദ്യം. പർവ്വതത്തിൽ വെച്ച് ചോദിച്ചു, ഞങ്ങൾക്ക് കൂടിലൊന്നും വേണ്ട, നിനക്കുണ്ടാക്കാം. പക്ഷെ താഴെ വന്നപ്പോൾ ചോദിച്ചു, ഞങ്ങൾക്ക് വല്ലതും കിട്ടുവോ? കണ്ടോ? പക്ഷെ സക്കായി യേശുവിനെ കണ്ടപ്പോ എന്നാ ചെയ്യുന്നറിയാവോ? ഇങ്ങോട്ട് വല്ലതും കിട്ടുന്നതിനേക്കാൾ മുമ്പ് കിട്ടിയതൊക്കെ അങ്ങാട് കൊടുക്കാൻ തുടങ്ങി. ഒരു സ്തോത്രം പറഞ്ഞു. നല്ലൊരു ഹല്ലേലൂയ പറ, കുറയ്ക്കൊരു ഹല്ലേലൂയ പറ. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം കേട്ടോ. അവൻ യേശു എന്തിനാ വന്നേ? 1 തീമോഥെയോസിന്റെ ലേഖനം 1:1 നോക്കിക്കോ മോനെ. 1 തീമോഥെയോസിന്റെ ലേഖനം 1-ാം വാക്യം. സക്കായിയെ മാത്രം പഠിച്ചു പോയാൽ ശരിയാകില്ലല്ലോ, കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കണം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശ യേശു ക്രിസ്തുവിന്റെയും കൽപ്പന പ്രകാരം ഉണ്ടോ? എന്തിനാ? നമ്മുടെ രക്ഷിതാവായ ദൈവം. കണ്ടോ? യേശു എന്തിനാ വന്നത്? നമ്മൾ രക്ഷിക്കാനാ വന്നത്, അല്ലെ? അതുകൊണ്ട് നമ്മൾ വായിച്ച ഈ 19:10 വാക്യം കാണുമല്ലോ മോനെ. 19 ലൂക്കോസ് 19 കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ. കണ്ടോ? യേശു എന്തിനാ വന്നേ? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത്. യേശു വന്നതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? രക്ഷ തരിക, രക്ഷ തരിക. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. പിന്നെ നമുക്കിതൊക്കെ കിട്ടിയത് ദൈവത്തിന്റെ ഗിഫ്റ്റാന്ന് കരുതിക്കോ. രക്ഷയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അത് ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. ഒരു ഹല്ലേലൂയ പറ, ഒരു സ്തോത്രം പറ. ഹല്ലേലൂയ. അല്ലേ? നമ്മളെല്ലാം കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ എനിക്ക് സ്വർഗം കിട്ടി, സ്വർഗം കിട്ടി, സ്വർഗം കിട്ടി. സ്വർഗം തന്ന കൂട്ടത്തിൽ ഒരു വീട് തന്നു, ഒരു വണ്ടി തന്നു, കുറച്ച് നന്മയും തന്നു. ഒരല്ലെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിതിൽ ഏതാ വലുതായി കാണുന്നേ? സ്വർഗമാണോ വലുതായി കാണുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ നന്മയാണോ വലുതായി കാണുന്നേ? ഒരിക്കലുമല്ല. കർത്താവ് വന്നത് നമ്മെ തിരഞ്ഞ് രക്ഷിപ്പാനാണ്
മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നത്. ആമേൻ. സക്കായിയെ, നിന്നെ തേടി ഞാൻ വന്നത് നിനക്ക് ഇല്ലാത്തത് തരാനാണ്. എന്താ നിനക്കില്ലാത്തത്? രക്ഷ നിന്റെ കുടുംബത്തിനകത്തില്ല, രക്ഷ നിന്റെ കൂടാരത്തിനകത്തില്ല. ആ രക്ഷ തരാനാണ് ഞാൻ നിന്റെ കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വന്നത്. കരം ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? കരം അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. ഓക്കെ, നമ്മുടെ സമയമായി എന്നല്ലേ? സമയമായി. ആമേൻ. സ്തോത്രം. ഇനി നിങ്ങൾ അതിൻ്റെ ഈ 7-ാമത്തെ വാക്യം നോക്കിക്കേ. 7-ാമത്തെ വാക്യം. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു. ആമേൻ. 5-ാം വാക്യം എങ്ങനെയാണ്? അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അതിനകത്തൊന്ന് ഒരുപാട് ചിന്ത നമുക്ക് വേണേൽ പറയാം, പക്ഷെ ഞാനത് വിടുകയാണ്. ഒരുപാട് പദ്ധതികൾ അവൻ യേശുവിൻ്റെ മുമ്പിൽ മാറ്റിവെച്ച് ആ പദ്ധതികളെല്ലാം വെട്ടിച്ചുരുക്കി രക്ഷയ്ക്ക് വേണ്ടി കയറിയവന് ദൈവം ഒരുക്കി കൊടുത്തു. നിങ്ങൾക്ക് സ്വതന്ത്രം പറയാൻ പറ്റുമോ? ആമേൻ. എന്നിട്ട് അവൻ വീട്ടിലോട്ട് വന്നു. അവൻ ബന്ധപ്പെട്ടിറങ്ങി. കണ്ടവരെല്ലാം ഈ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. 8-ാം വാക്യം. സക്കായിയോ നിന്ന് കർത്താവിനോട്, സക്കായിയോ നിന്നു കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഇവിടെയാണ് വിടുതൽ ആരംഭിക്കാൻ പോകുന്നത്. സക്കായിയേ, വേഗത്തിൽ ഇറങ്ങി വാ. സക്കായി ഇറങ്ങി വന്നു. എല്ലാവരും ശ്രദ്ധിച്ചേ. സക്കായി, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കന്യകാമറിയമിൽ ജനിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന് 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് യേശു പ്രസംഗം ആരംഭിച്ചോ? സത്യസന്ധമായിട്ട് ചോദിക്കാൻ, യേശു ഒരു 10 മിനിറ്റെങ്കിലും സക്കായിയുടെ മുമ്പിൽ പ്രസംഗിച്ചോ? ഇല്ല. ആണെന്നോ ഇല്ലെന്നോ? ഇല്ല. സക്കായിയെ വേഗം പുള്ളി ഇറങ്ങി വന്ന് നേരെ മുന്നിലോട്ട് നിന്നിട്ട് പറയുക, കർത്താവേ, എന്റെ വസ്തുവകയിന്ന് പാതി ഞാൻ ആർക്ക് കൊടുക്കാം? ദരിദ്രർക്ക് കൊടുക്കുന്നു. ഒരു പ്രസംഗവും കേൾക്കാതെ തനിക്കുള്ളതെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ 900 പ്രസംഗം കേട്ടിട്ടും സ്വോത്ര കാഴ്ച പാത്രം വരുമ്പോൾ തിരുമീൻ എല്ലാവരും സൈലന്റ് ആയത് കണ്ടോ? പക്ഷെ ഈ പ്രസംഗത്തിൽ നിങ്ങൾ വയലന്റ് ആകുമെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ സൈലന്റ് ആകരുത്, നിങ്ങൾ വയലന്റ് ആകണം, അല്ലേ? 1000 പ്രസംഗങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് പ്രസംഗം കേട്ടാലും നമ്മൾ കൊടുക്കുന്ന കാര്യത്തിലും ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ഒരിച്ചിരി കടുപ്പം കാണിക്കും. സക്കായി ഒരു പ്രസംഗം കേട്ടില്ല. ഞാനൊരു കാര്യം ഇങ്ങനെ പറയാം, യേശുവിന്റെ പ്രസൻസിൽ തന്നെ താൻ ഉള്ളതെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു. എന്നെ മനസ്സിലെന്നറിയാമോ? യേശുവിന്റെ പ്രസൻസിനകത്ത് ഒരു പാപബോധം നിഴലിട്ടു. ഒരു പാപബോധമുണ്ടായി, ഒരു പാപബോധമുളവായി. യേശുവിന്റെ സാന്നിധ്യം നിന്റെ കൂടാരത്തിനകത്ത് വന്നാൽ ഒരു പാപബോധമുണ്ടാകും. യേശുവിന്റെ സാന്നിധ്യം നിന്റെ കൂടാരത്തിനകത്ത് വന്നാൽ നിനക്ക് നിന്നെ തന്നെ കാണുവാൻ, നീ ചെയ്തിട്ടുള്ളത് ദൈവത്തോട് ഏറ്റുപറയാൻ ഒരു അവസരം ദൈവം നിനക്ക് തരും. സ്വോത്രം, 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 സ്വോത്രം. ആമേൻ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ മോനെ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന്. വല്ലതും ചതിവായി. ഈ ചില പെന്തക്കോസ്തുകാർ പ്രവാചകന്മാരുടെ അടുത്ത് വന്നിട്ട് പറയും, പാസ്റ്റർ എന്തോ ഒന്ന് പ്രാർത്ഥിക്കാമോ? അതിനെന്താ പ്രാർത്ഥിക്കാമല്ലോ, ഞാൻ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടപെടാൻ വേണ്ടി, ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ചോദിക്കട്ടെ, അപ്പുറത്തെ വീട്ടിലെ തെങ്ങേന്ന് തേങ്ങായും പിരിച്ചു വന്നിട്ട് ചോദിക്കുക പാസ്റ്ററോട്, ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ പിരിച്ചത് നീയല്ലേ, ആ തേങ്ങ പൊതിച്ചത് നീയല്ലേ, അതുകൊണ്ട് അപ്പം ഉണ്ടാക്കി തിന്നത് നീയല്ലേ. എന്നിട്ട് പ്രവാചകനോട് പറയാൻ, എനിക്ക് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് വെളിപ്പെടുത്താൻ. ഇനി പ്രവാചകൻ വെളിപ്പെടുത്തിയെന്നിരിക്കട്ടെ, തേങ്ങ കള്ള എന്ന് വിളിച്ചെങ്കിൽ പ്രവാചകനെ വെറുതെ വിടുവോ? സത്യമായിട്ടും വിടുവോ? വാതിലടച്ച് പൂട്ടത്തില്ലേ? മാവേലിക്കരയിൽ നിന്നും തിരുവനന്തപുരത്തൊന്നും വന്ന് കൊച്ചി വന്നിട്ട് എന്നെ തേങ്ങ കള്ളാന്ന് വിളിച്ചാ നിന്നെ ഞാൻ വിടുകയല്ല, കുത്തിന് പിടിക്കത്തില്ലേ? വിധം മാറും. പിന്നെ എന്നെ ഇടപെടാനായി പറയുന്നേ.
അപ്പം നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഇതൊന്നും ദൈവത്തിന് മറവല്ല, ഇതൊന്നും ദൈവം കാണുന്നില്ല. സക്കായിക്കൊരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ മാസം കള്ളക്കണക്ക് എഴുതിയതും അതിനുമ്പത്തെ മാസം ആ കണക്കിനകത്ത് ബാക്കി വന്നത് അടിച്ചു മാറ്റിയതും ബാക്കിയിരുന്നത് ഇങ്ങനെ തിരികെ കയറ്റിയതും ഒക്കെ സ്വതന്ത്രം പറഞ്ഞു. ഓ ആരാന്നറിയില്ല, ലൈവായി കേൾക്കുന്നവരാരോ കണക്കിലുണ്ട്. ആ കണക്കിനകത്തൊക്കെ ഇന്നൊരു തിരുത്തു വരട്ടെ. ഒരല്ലേലി ഒന്ന് പറഞ്ഞേ, ഒരല്ലേലി ഒന്ന് പറഞ്ഞേ. കർത്താവിനൊരു സ്വോത്രം പറ. സ്വോത്രം, 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 സ്വോത്രം. സക്കായി പറയാണ്, കർത്താവേ എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ആർക്ക് കൊടുക്കാം? അതിന്റെ അർത്ഥം ഇയാൾക്ക് ഇപ്പൊ ഉള്ളതിന്റെ വസ്തുവകയുടെ പകുതി ഇയാൾ ഉണ്ടാക്കിയതല്ല, അടിച്ചു മാറ്റിയതാ. ഇത് മനസ്സിലായോ? പുള്ളിയുടെ കയ്യിൽ കിടക്കുന്ന 10 ഏക്കറിൽ 5 ഏക്കർ പുള്ളി എങ്ങനെ ഉണ്ടാക്കിയതാ? അടിച്ചു മാറ്റിയതാ. യേശു വന്ന് നിന്നപ്പോ തന്നെ പുള്ളി പറയാ, കർത്താവേ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇതാ വിടുതൽ. കർത്താവ് വെളിപ്പെടുമ്പോ തന്നെ ജീവിതത്തിൽ ഉള്ളത് അങ്ങോട്ട് പറയുന്നവൻ രക്ഷപ്പെടും, മറച്ചു വെക്കുന്നവൻ ആയുസ് രക്ഷപ്പെടില്ല. കർത്താവിനൊരു നല്ലൊരു ഹല്ലേലൂയ പറ, കർത്താവിനൊരു സ്വോത്രം പറ. ദൈവത്തിന്റെ മുമ്പിൽ തുറന്ന പുസ്തകമായി ഏത് ഭക്തൻ ഇന്ന് പകൽ വെളിപ്പെടുന്നോ അവനെ ആരെയും അനുഗ്രഹിക്കാത്തതുപോലെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം ഈ പകൽ ഇതിന്റെ നടുവിലുണ്ട്. സ്വോത്രം. ഞാൻ ഒരു കാര്യം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പറയാ. തമ്പുരാന്റെ മുമ്പിൽ തുറന്ന പുസ്തകമായി നിങ്ങൾ വെളിപ്പെടാമെങ്കിൽ ആരും കാണാത്തതുപോലെ മാനിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ആമേ. തമ്പുരാന്റെ മുമ്പിൽ മാത്രം അടഞ്ഞ പുസ്തകം കൊണ്ട് നിങ്ങൾ വരരുത്. നിങ്ങൾക്കറിയാമോ, ആമൻ ദാവീദ് എന്ന് പറയുന്ന മഹാരാജാവിനെ നിങ്ങൾക്കറിയാമോ? ആ മഹാരാജാവ് ദൈവത്തിന്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായി വെളിപ്പെട്ടു. എവിടെ? പഴയ നിയമത്തിൽ. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, ദാവീദോ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവസന്നിധി തുറന്ന പുസ്തകത്തോടെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആത്മാവ് പറഞ്ഞു, ഇവൻ എൻ്റെ ഹൃദയം അറിഞ്ഞവനാണ്, ഇവൻ എൻ്റെ ഹൃദയം തൊട്ടവനാണ്. ദൈവം മുമ്പിൽ തുറക്ക പൈതലേ, ദൈവസന്നിധി നിന്റെ വിഷയം തുറക്ക്. നിന്റെ ദൈവസന്നിധിയിൽ നിന്നെ തന്നെ നീ വിട്ടുകൊട്. അവൻ സക്കായി പറയുന്ന, കർത്താവേ എൻ്റെ പാതി 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 എന്റേതല്ല, പാതി വല്ലവരുടെയുമാണ്. അത് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. അത് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. ഒരല്ലല്ലി എന്ന് പറഞ്ഞേ, അത് ഞാൻ എന്ത് ചെയ്തേക്കാം? തിരിച്ചു കൊടുത്തേക്കാം. ആമൻ. നമ്മുടേതല്ലാത്തത് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കണം? തിരിച്ചു കൊടുത്തേക്കണം. നാളത്തേക്ക് വെക്കരുത്, അടുത്ത ദിവസത്തേക്ക് വെക്കരുത്. ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കാൻ നീ തയ്യാറായാൽ നിന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഒരല്ലല്ലി എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ആമേൻ. ഒരു സഹോദരി ആമേൻ ഒരു തുണിക്കടയിൽ ചെന്ന് ചുരിദാറിനകത്തും താനിട്ടിരിക്കുന്ന ടോപ്പിനകത്തും ആമേൻ 35 സാരി ഒളിപ്പിച്ച് ഫ്രീ ആയിട്ട് നടന്നുപോയി. അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. സാരി എടുത്ത് ആദ്യം ചുരിദാറിനകത്ത് വെക്കുന്നു, ആമൻ, പിന്നെ എടുത്ത് കാലിൻ്റെ ഇടയിൽ വെക്കുന്നു, ആമൻ, ഇങ്ങനെ വെക്കുന്നു, ഇവിടെ വെക്കുന്നു. 35 സാരി ആമൻ, കാഞ്ചീപുരം ബനാറസ് പോലത്തെ 35 സാരി ഒളിപ്പിച്ച് വെച്ചിട്ട് ഹാൻഡ് ബാഗും ഇട്ട് കൂളായിട്ട് ക്യാമറയിൽ കൂടി ഇറങ്ങിപ്പോകുന്നു. നമ്മുടെ സഹോദരിമാർക്കൊരു സാരി ഉടുത്തിട്ട് നടക്കാൻ ഒക്കുന്നില്ല. ഇത് 35 സാരി അകത്ത് വെച്ചുകൊണ്ട് കട്ടണ്ട് പോവുക, ഒന്നും അറിയുന്നില്ല. എല്ലാം കഴിഞ്ഞ് രാവിലെ വൈകിട്ട് ആമൻ കടക്കാരൻ CCTV ഇട്ട് നോക്കിയപ്പോൾ ആ 35 സാരി പെറുക്കി കൂട്ടി വെച്ചിട്ട് പോയത്. ഒരു സഹോദരൻ പറഞ്ഞേ, ഒരു കൺകെട്ടുമല്ല, ഒരു മായാജാലമല്ല, അത് ആ സമയം നോക്കി അടിച്ചു മാറ്റി. സ്വതന്ത്രം. ഇവരൊക്കെ ഞാൻ ഒരുക്കി, ഇവരൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നാൽ ഈ സാരിയൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കും? ഈ സാരിയൊക്കെ എങ്ങനെ തിരിച്ചു കൊടുക്കും? ഈ 35 സാരിയും കല്യാണത്തിനും മനസ്സമ്മതത്തിനും ഒക്കെ പോയില്ലേ? എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണത്തിന് വിരിപ്പാവ് സാരി എടുത്തത് സൗദിയിൽ നിന്നാണ്. ഫേമസ് ആയ ഒരു സാരി കേൾക്കുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ പേരെന്ന് ഞാൻ പറയുന്നത്. ആ ചേച്ചിയോടാണ് വിരിപ്പാവ് സാരി മേടിച്ചത്. ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് ഓർക്കണം, ചേച്ചിയോട് പോയി പറയണം ആ സാരിയൊക്കെ ആക്കെങ്കിലും കൊടുക്കാൻ. അത് മതി കുടുംബത്തിൽ കലകൊണ്ടാകാൻ. ഭർത്താവ് എന്നും ഭാര്യയുടെ മേത്ത് മെക്കിട്ട് കയറുന്നെങ്കിൽ ഓർക്കണം, ആ മോനിയുടെ സാരി അവിടെ ഇരിപ്പുണ്ട്.
ഇതൊക്കെ ഉടുത്തോണ്ട് നടന്നാൽ ഇടി ഉണ്ടാകാതിരിക്കുമോ? സ്വത്രം പറഞ്ഞേ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ആമേ, ഇങ്ങനെ ഓസിന് വല്ലയിടത്തുനിന്നൊക്കെ സാരി, ദൂതാണേ, ഓസിന് വല്ലയിടത്തുനിന്നൊക്കെ സാരി കിട്ടുമെന്നും പറഞ്ഞ് 10,000 രൂപയുടെ സാരി 2,000 രൂപ ഒക്കെ മേടിച്ച് ഉടുത്താൽ ചൊറിച്ചിൽ തുടങ്ങിയ പിന്നെ ആയുസ് നിൽക്കത്തില്ല. ടോണിയുടെ അടുത്തല്ല, ഏത് റോയി എടുത്ത് പോയാലും ഓയിൽമെൻറ്റ് മേടിച്ച് കിട്ടിയാലും എന്ത് മാറില്ല? ചൊറിച്ചിൽ മാറില്ല. നിനക്ക് 500 രൂപയുടെ സാരി മേടിക്കാനേ പറ്റുള്ളൂ. 500 രൂപയുടെ സാരി മേടിച്ചുടിക്ക്. ആമെ, കട്ടതും കട്ടടിച്ച് മാറ്റിവെച്ചതും അതൊന്നും ഓമൻ നിങ്ങൾ വാങ്ങിച്ചു വെക്കരുത്. കർമ്മ ദൈവത്തെ സ്തുതിച്ചേ. സ്വതന്ത്രം. നമ്മൾ ഈ ചർച്ചിന് പെയിന്റ് അടിച്ചപ്പോൾ ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പെയിന്റ് ഞാൻ തരാം, പെയിന്റ് ഞാൻ തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്രയാ പെയിന്റ്? ഒരു പാട്ടക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ 1% ഉള്ളൂ. 1000 രൂപയാണെങ്കിൽ 250 രൂപ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പെയിന്റ് കാണണം. ഞാൻ പെയിന്റ് കാണാൻ വേണ്ടി അവിടെ ആ ഗോഡൗണിൽ ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു പുള്ളി അവിടെ പുറത്ത് നിൽക്കുന്നു. എന്നോട് ചോദിച്ചു, അച്ഛനെന്താ ഇവിടെ? മട്ടാഞ്ചേരിയിൽ. അച്ഛനെന്താ ഇവിടെ? ഞാൻ പറഞ്ഞു, പെയിന്റ് നോക്കാൻ വന്നത്. എൻ്റെ പൊന്നച്ച, ഇത് അടിച്ചു മാറ്റിയ പെയിന്റാണ്. അടിച്ചു മാറ്റിയ പെയിന്റ് പള്ളിക്കകത്തടിച്ചിട്ട് ഈ ദൈവത്തെ ആരാധിക്കാൻ പോയി. അനിസ്പ്രയുടെ പരസ്യം പോലെ ഞാൻ അവിടെ നിന്ന് വിട്ടു. ഒന്ന് ആലോചിക്കേ, ആ പെയിന്റ് കൊണ്ടൊന്ന് ഇവിടെ അടിച്ചിട്ട് നിങ്ങൾ ഇതിനകത്തിരുന്ന് പാപം ക്ഷമിച്ചും ശാപം പൊറുക്കിയും ഒക്കെ ഒന്ന് പാട്ടുപാടി ആരാധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ നോക്കിക്കേ, യേശുവിൻ്റെ പ്രസൻസ് വെളിപ്പെട്ട അതേ നിമിഷം ഈ പുള്ളി പറയുക, വസ്തുവിൻ്റെ പാതി ഞാൻ ചുങ്കക്കാരാന്നേ. നീ സംഖ്യാപുസ്തകം നടത്തേ. സംഖ്യാപുസ്തകം 5-ാം അധ്യായം ഈ 6-7 വാക്യം. ഈ സക്കായി യഹൂദനാണ് കേട്ടോ. സക്കായി ആരാ? യഹൂദനാ. ചുങ്കക്കാരനാണേലും യഹൂദനാ. ഒന്ന് വായിച്ചവനെ. നീ ഇസ്രായേൽ മക്കളോട് പറയുക. അത് തന്നെയല്ലേ 6-7 വാക്യം. നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഒരു പുരുഷനോ സ്ത്രീയോ യഹോവയോട് ദ്രോഹിച്ച് മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള വല്ല പാപവും ചെയ്തിട്ട് കുറ്റക്കാരായാൽ ചെയ്ത പാപം അവൻ ഏറ്റുപറയുകയും തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിന്റെ 5-ലൊന്നും കൂട്ടി മുതലും. ഈ സംഖ്യാപുസ്തകത്തിലെ ഇങ്ങനൊരു വാക്യം ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ആരും കണ്ടിട്ടുമില്ല, ആരും വായിച്ചിട്ടുമില്ല, ആരും കണ്ടിട്ടില്ല. അതെ, എല്ലാവരും ഒന്ന് അടിവര ഇട്ടേ. അവർ ഏറ്റുപറയും തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിക്കായി. അപ്പൊ അകൃത്യം മാറണമെങ്കിൽ ചുമ്മാ ഏറ്റുപറഞ്ഞ് രക്തത്തിൽ ആശ്രയിച്ചാ പോരാ. പ്രതിശാന്തിക്കായി മുതലും അതിന്റെ 5-ലൊന്നും കൂട്ടി. എത്ര? എന്റെ പൊന്നെ, പിടിച്ചതിന്റെ എത്ര തിരിച്ചു കൊടുക്കണം? 5-1 കൂട്ടി. അങ്ങനെയാവുമ്പോ ഒരാളോട് 1000 രൂപ മേടിച്ചു. അപ്പൊ എത്ര കൊടുക്കണം? 100 മേടിച്ച 120. 100 എടുത്തതെങ്കിൽ 120 തിരിച്ച് 5-1 മടക്കി കൊടുക്കണം. ന്യായപ്രമാണം പഠിപ്പിക്കുന്നേ. ഇത് നമ്മൾ പറയില്ലേ, ന്യായപ്രമാണത്തിന് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസം വന്നില്ലെന്നൊക്കെ പറയില്ലേ. ഇതാ ന്യായപ്രമാണം. ഇതാർക്കറിയാം? സക്കായി ആരാ? യഹൂദനാ. അപ്പൊ അറിയാഞ്ഞിട്ടല്ലേ ഇത് ചെയ്തേ. ഇതറിഞ്ഞുകൊണ്ട് ഈ കണ്ട വേഷം കെട്ട് എല്ലാം കാണിച്ചു കൂട്ടിയേ. ഇതറിയാം, കിതാബ് കയ്യിലുണ്ട്, ഈ പുസ്തകം കൈ വെച്ചുകൊണ്ടാ ഇച്ചാരി പരിപാടിയെല്ലാം കാണിച്ചു കൂട്ടുന്നേ അല്ലേ. പലിശ മേടിക്കാൻ പാടില്ലെന്നില്ലേ? പെന്തക്കോസുകാരുണ്ട് പലിശക്ക് മേടിക്കുന്നത്. ഈ ചർച്ചിലൊരു പലിശക്കാരൻ വരുമായിരുന്നു. ഞാൻ പലിശക്ക് കൊടുക്കരുതെന്ന് പ്രസംഗിച്ചത് കൊണ്ട് ചർച്ചയിൽ നിന്ന് പോയി. സന്തോഷം. അവൻ 1 രൂപ ഇതിനകത്ത് ഇട്ടാൽ ആ ശാപം എൻ്റെ തലയിലും വരില്ലേ? ആമേൻ, നമ്മുടെ തലയിൽ വരില്ലേ? ഇത് യഹോവയുടെ കൂടാരത്തിൽ എത്രയാണ്? എത്ര സങ്കീർത്തനോ? ഒന്ന് വായിച്ചോ. യഹോവയുടെ കൂടാരത്തിൽ ആർ പാർക്കും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയം. വായിച്ചോ കേട്ടോ. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ആദ്യത്തെ 15-1 2 ചോദ്യം. 15-1 2 ചോദ്യം. പിന്നെ ആ 2 ചോദ്യത്തിന്റെ ഉത്തരമാണ് താഴ്ത്തോട്ടുള്ളതെല്ലാം. സങ്കീർത്തനം പഠിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പഠിച്ചു. ആദ്യത്തെ 2 ചോദ്യം, പിന്നെ ബാക്കിയുള്ളതെല്ലാം ചോദ്യത്തിന് ഉത്തരം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? അത് ചോദ്യം. അടുത്തത്, നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അത് 2 ചോദ്യം. അടുത്ത ഉത്തരം.
നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരുടെ ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ. അടുത്തത് വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. അടുത്തത് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അടുത്തത് തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും തന്റെ ദ്രവ്യം എന്ത് ചെയ്യാത്ത പലിശയ്ക്ക് കൊടുക്കാതെ ഒരല്ലെന്ന് പറഞ്ഞു. ഞാനിതൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു എന്നാന്നറിയോ, പാസ്റ്ററിന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം തന്നെ എൻ്റെ കയ്യിലും. ഞാനതിനകത്ത് വായിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞ വ്യാപാരം ചെയ്യണമെന്നാ. നിന്റെ മുത്ത് എന്ത് ചെയ്യണം? മുത്ത് വ്യാപാരം ചെയ്യണം. എന്നിട്ട് പുള്ളി എന്നോട് പറയാ, പാസ്റ്റർക്ക് അറിയില്ലേ, ഒന്ന് കിട്ടിയവൻ കുഴിച്ചിട്ടു, അവനത് ഉഷ്ടാന്നാ വിളിച്ചേ. എൻ്റെ കയ്യിൽ കർത്താവ് 1,00,000 രൂപ തന്നു, ഞാനത് വ്യാപാരം ചെയ്തു. ഇപ്പം എനിക്കതുകൊണ്ട് ഒരു വണ്ടി മേടിക്കാൻ പറ്റി, 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റി. കണ്ടോ ആളുകളുടെ പോക്ക്, കണ്ടോ ആളുകളുടെ ചിന്ത കണ്ടോ. പക്ഷെ സക്കായി യഹൂദനാ. കാര്യം ഈ ജോലി ടാക്സ് കളക്ടർ ജോലിയൊക്കെ ചെയ്തെങ്കിലും പ്രമാണം അകത്ത് കിടപ്പുണ്ട്. ഈ പുള്ളി പറയുകയാണ്, അമ്മ വായിച്ചേ, എത്ര റേറ്റ് കൊടുക്കണം? സംഖ്യാപുസ്തകം വേഗം വായിച്ചോ, 5 കൊടുക്കണം. പുറപ്പാട് ദിവസം കുറിച്ച് വെച്ചോ, 22:1 വേഗം വായിച്ചോ. പുറപ്പാട് 22:1. ഒരുത്തനൊരു കാളയോ ഒരു ആടിനെയോ മോഷ്ടിച്ചാൽ അറുക്കുകയാകട്ടെ വിൽക്കുകയോ ചെയ്താൽ അവനൊരു കാളയ്ക്ക് 5 കാളയും. എത്ര? 5 കാളയും. എന്റെ പൊന്നെ, എടുത്തത് ഒരു കാളേനെ. പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചെത്ര കൊടുക്കണം? 5 കാളേനെ കൊടുക്കണം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? കേദറിന് 5 കൊടുക്കണം. വല്ലതൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണേ. എത്ര കൊടുക്കണം എന്ന് പറഞ്ഞേ? 5 കാളേനെ കൊടുക്കണം. ഒരാടിന് 4 ആടിനെ എത്ര എണ്ണം പകരം കൊടുക്കണം? ഇത് അറിയാവുന്ന ഏതെങ്കിലും യഹൂദൻ ഒരു ആടിനെ എടുക്കാൻ പോവോ? ഇനി പോകുന്ന വക്കിൽ ഉമ്മേ എന്ന് പറഞ്ഞ് പുറകെ ഒരു ആട് വന്നാൽ പറയും പോടെ എന്ന് പറയും, എൻ്റെ കുടുംബം തകർക്കാൻ. അപ്പൊ ആട് പിന്നെ ഉമ്മേ എന്നും പറഞ്ഞ് പുറകെ വന്നാൽ പറയും നിന്നോടല്ലേ പറഞ്ഞ പോകാൻ. അപ്പൊ ആട് ചോദിക്കുക, ഞാൻ വരികയല്ലേ, നീ വരുന്ന കാര്യം ശരിയാ, പക്ഷെ നീ വന്ന് വീട്ടിൽ കയറിയ വേറെ 5 എണ്ണം ഞാൻ കൊടുക്കണം. നമ്മൾ പറയില്ലേ ന്യായപ്രമാണം ഭയങ്കരമായിരുന്നു. ഇതാ ന്യായപ്രമാണം. ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ ന്യായപ്രമാണം ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ എന്താ ആലോചിച്ച് നോക്കി. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. അടുത്ത വാക്യം വായിച്ചേ. കള്ളൻ വീട് മുറിക്കുമ്പോൾ പിടിക്കപ്പെട്ട് അടികൊണ്ട് മരിച്ചുപോയാൽ അവനെ സംബന്ധിച്ച് രക്തപാതമില്ല. കള്ളനെ വീട്ടിൽ വന്ന് കക്കുമ്പോൾ അവനെ പിടിക്കുന്ന കൂട്ടത്തിൽ അവൻ ചത്തുപോയാലേ നിനക്ക് എന്തില്ല? രക്തപാതമില്ല. ഒരു ന്യായവിധിയും വരികയില്ലെന്ന്. ഒരല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇത് വായിക്കണം കേട്ടോ, ഭയങ്കര രസമാണ്. ഞാനിത് കുറേ വായിച്ചിട്ട് കുറച്ച് ചിരിച്ചു, കുറച്ച് കരഞ്ഞു, കുറച്ച് പ്രാർത്ഥിച്ചു. ഭയങ്കര രസമാണ്. കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന കാര്യമൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നേ. യേശു സക്കായേ നീ വേഗം ഈ മനുഷ്യനെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ബന്ധപ്പെട്ട് ഇറങ്ങില്ലേ, വന്നൊരൊറ്റ നിപ്പ്, കർത്താവേ പകുതി കൊടുത്തേക്കാം. നിങ്ങൾ ആ സീനൊന്നാൽ ഒന്ന് ഇമാജിൻ ചെയ്തേ. താഴോട്ട് വരിക, വന്നിട്ടുടനെ പറഞ്ഞു കർത്താവേ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, അങ്ങ് എന്തൊക്കെ കണ്ടു എന്ന് എനിക്കറിയാം, അങ്ങ് എന്തൊക്കെ കാണാൻ കഴിവുള്ളവനാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഈ 10,000 പേരുടെ നടുവിൽ എന്നെ നാട്ടിക്കാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങോട്ട് പറയുകയാണ്, എല്ലാം ഞാൻ കൊടുത്തേക്കാം. ഒരു സഹോദരൻ പറഞ്ഞേ, എന്ത് രസമല്ലേ? ആമേൻ, ഹല്ലേലൂയ. ഓക്കെ, സദൃശവാക്യം 28:13 എന്നാ? സദൃശവാക്യം 28:13 5 മിനിറ്റ് കൂടിയുണ്ട്. 5 മിനിറ്റ്. ധനവാൻ തനിക്ക് തന്നെ, അതാണോ 28:13 വാക്യം വന്നിട്ട് തന്റെ ലംഘനങ്ങളെ മറക്കുന്നവൻ എന്തു വരില്ല? ശുഭം വരില്ല. അടുത്ത വാക്യം, അവയെ ഏറ്റുപറഞ്ഞ് എന്ത് ചെയ്യണം? ഉപേക്ഷിക്കുന്നു. അപ്പൊ സംഖ്യാപുസ്തകം, പുറപ്പാട് പുസ്തകം, സദൃശവാക്യം, ഇത് 3 കാണാതെ അറിയാവുന്ന മനുഷ്യനാണ് ആര്?
സക്കായി കണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കൊച്ചു മനുഷ്യൻ പൊക്കം കുറഞ്ഞവൻ മരത്തെ കയറി യേശു വിളിച്ചപ്പോൾ തീട്ടി താഴ്ത്തോട്ട് വന്ന്, അതൊന്നുമല്ല. അവന് കാര്യം അറിയാം, എന്ത് ചെയ്യണമെന്നറിയാം, എങ്ങനെയൊക്കെ ചെയ്യണമെന്നറിയാം. പ്രമാണമകത്ത് കൊണ്ട് നടക്കുന്നവനാ ആര്? മനസ്സിലായോ? അല്ലാതെ ചുമ്മാ നമ്മൾ പറയുന്ന സക്കായി വന്നു വീട്ടിൽ രക്ഷ വന്നു അല്ല ദൈവമക്കളെ. പ്രമാണം അറിയാവുന്നവനാ സക്കായി. ഞാനിത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. സക്കായി എടുത്ത് നമ്മൾ വന്നിട്ടും ബൈബിൾ ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ പാപരക്ഷ പ്രാപിക്കണമെന്നും സക്കായിക്കറിയാം. ഇനിയാണ് അടുത്ത കാര്യം. ഒരു വ്യക്തി യഥാർത്ഥ രക്ഷ പ്രാപിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒന്ന്, അവൻ എന്തെങ്കിലും വചനപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. 2, യേശുവിനെ കൈക്കൊള്ളുക. 3, ആമേൻ, പാപക്ഷമ പ്രാപിച്ച് സകലതും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവ് കൊടുക്കുന്ന ഒന്നാമത്തെ പദവി 9-ാം വാക്യം. അവനോട് ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ. ഇവനും ആരാണ്? അബ്രഹാമിന്റെ മകൻ. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് സ്വർഗം കൊടുക്കുന്ന ഒന്നാമത്തെ പദവി പുത്രത്വം. ഒരു ഹല്ലേലൂയ പറയാമോ? ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ. ഇന്ന് ഈ വീടിന് എന്ത് വന്നിരിക്കുന്നു? ആമേൻ. മകനാക്കി തീർത്ത് രക്ഷ കൊടുക്കുന്ന ഒരു ദൈവം, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. സക്കായി ഒരു യഹൂദനാണ്, പ്രമാണം അറിയുന്നവനാണ്, പ്രമാണം വിട്ട് ജീവിച്ചവനാണ്, പ്രമാണത്തെ മറന്നു പോയവനാണ്. പക്ഷെ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ അവൻ ഏറ്റുപറയേണ്ടത് ഏറ്റുപറയാനും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാനും താൻ തയ്യാറായപ്പോൾ ജീവിതത്തിൽ മറ്റൊരിടത്തൊന്നും കിട്ടാത്തതും മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്തതുമായ ആത്മാവിന്റെ രക്ഷ ഇതാ തന്നെ തേടി തൻ്റെ കൂടാരത്തിനകത്ത് വരികയാണ്. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. യേശു അവനോട് ഇവനും അബ്രഹാമിൻ്റെ മകൻ. സ്തോത്രം. അപ്പോൾ ഇതിനു മുമ്പ് ഇവൻ ആരായിരുന്നു? അബ്രഹാമിൻ്റെ മകനെന്ന് പേര് പറഞ്ഞവനായിരുന്നു. പക്ഷെ ആരല്ല? അബ്രഹാമിൻ്റെ മകനായത് എപ്പോഴാണെന്നറിയാമോ? ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയുകയും വിടേണ്ടത് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുകയും പിടിച്ചു മേടിച്ചത് മടക്കി കൊടുക്കാൻ തയ്യാറായപ്പോഴും തമ്പുരാൻ പബ്ലിക്കിൽ ഡിക്ലെയർ ചെയ്തു, ഇവൻ എൻ്റെ മകനാണ്. അപ്പം ആരാ ദൈവത്തിൻ്റെ മകൻ? ചുമ്മാ ഞാൻ ദൈവത്തിൻ്റെ മകനാന്ന് പറയുന്ന മകനാകല്ല. ഈ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ വരണം. അപ്പോൾ നമ്മൾ ആരായി മാറി? ദൈവത്തിൻ്റെ മകനായി. ആമേൻ. എന്നിട്ട് പറയുന്നു, ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കാണാൻ കയറിയവൻ്റെ വീട്ടിൽ രക്ഷ കൊണ്ട് നിറച്ച ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടം കൊണ്ടങ്ങ് നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പുള്ളി എന്തിനാ കയറിയത്? കാണാൻ. പക്ഷെ ഇപ്പോൾ വന്ന് നിൽക്കുന്നവിടെയാ രക്ഷ. പുള്ളിയുടെ പദവി എന്താ കിട്ടിയത്? ദൈവമകൻ എന്ന പദവി. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നു. ദൈവമക്കളെ, ഈ പാഠത്തിൽ നിന്നും അല്ലെങ്കിൽ കഴിഞ്ഞ 5 ആഴ്ചകളായി ഈ സക്കായിയുടെ ഈ ചരിത്രം ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ചുമ്മാ കാണാൻ കയറിയവൻ അവൻ യേശുവിനെ കാണുക മാത്രമല്ല, യേശുവിങ്കിൽ നിന്നും ആത്മരക്ഷ പ്രാപിക്കാനിടയായി. അവൻ യേശുവിൻ്റെ മകനായി തീരുവാനിടയായി. ഇന്നും അവനെപ്പോലെ നമുക്കും അനുഗ്രഹിക്കപ്പെടാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ നമുക്കടക്കാം. ഒരു നിമിഷം ഒരു സമർപ്പണത്തിന് വേണ്ടി അവൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ കണ്ണുകളെ അടച്ച് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ഒന്നേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ? താങ്ക് യു ജീസസ്. ദൈവമക്കളെ, നമ്മൾ ആരും പൂർണ്ണരല്ല. നമ്മുടെയും ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. ആമൻ. ഒരുപക്ഷെ നമുക്ക് ദൈവവചനം അറിയാം, ന്യായപ്രമാണം അറിയാം, എല്ലാം അറിയാം. എങ്കിലും പൗലോസ് ഒരിക്കൽ റോമാലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. അത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമത്രേ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്
എന്നെ ആർ വിടുവിക്കും? തൻ്റെ ചോദ്യത്തിന് നടുവിൽ 8-ാം അധ്യായം റോമാലേഖനം 1-ാം വാക്യം പൗലോസ് പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അയ്യോ, എന്നെ ആർ വിടുവിക്കും എന്ന് ചോദിച്ച ചോദ്യത്തിന് 8-ന്റെ-1 മറുപടി ക്രിസ്തുവേശുവിന് കഴിയും. ആർക്കും കഴിയില്ല, പക്ഷെ ക്രിസ്തുവേശുവിന് കഴിയും. നിന്നെ വിടുവിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ, നീ ചെയ്ത തെറ്റിന് പരിഹാരം വരുത്താൻ ഒരുവന് കഴിയും. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അവൻ്റെ പേരാണ് മശിഹാ തമ്പുരാൻ. ആ യേശുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവാ. ആ യേശുവിലേക്ക് നോക്ക്. ദൈവമക്കളെ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു സമർപ്പണത്തോടെ ഇന്ന് വേണം പോകാൻ. ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുക. കാണാൻ കയറിയ സക്കായിയുടെ ഭവനത്തിൽ എരിഹോ നിവാസികൾ ശപിക്കപ്പെട്ടതാണ്. എരിഹോ നിവാസികൾ ശാപത്തിൻ്റെ പട്ടണമാണ്. ആ ശാപത്തിൻ്റെ പട്ടണത്തിൽ നിന്നും ഒരുവൻ യേശുവിനെ കാണാനൊരു മോഹമുണ്ടായപ്പോൾ അവനെ തേടി രക്ഷ ചെല്ലുകയാണ്. ആമേൻ. ഈ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നിമിഷം ഒന്നേൽപ്പിച്ചു കൊടുത്തേ. താങ്ക് യു ജീസസ്. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ. നീ കൂടെ പോരില്ലെങ്കിൽ എനിക്കാരുമില്ലായേ. ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. കണ്ണൂനി താഴ്വരയിൽ സാന്നിധ്യം മതി എനിക്ക്. വേദനയിൽ ചൂളയതിൽ സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ അലയുന്ന വേളയിലും നിൻ സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ അലയുന്ന നിൻ സാന്നിധ്യം മതി എനിക്ക്. ആരുമില്ലായേ, എനിക്കാരും. യേശുവല്ലാതെ എനിക്കാരും. ആരുമില്ലായേ, എനിക്കാരും. യേശുവല്ലാതെ പത്മോസിൽ ഏകതയിൽ സാന്നിധ്യം മതി എനിക്ക്. ഹോരേബിൻ ഉന്നതിയിൽ സാന്നിധ്യം മതി എനിക്ക്. പത്മോസിൽ ഏകതയിൽ ഹോരേബിൻ ഉന്നതിയിൽ ആരോരുമില്ലാതെ അലയുന്ന വേളയിലും നിൻ സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ അലയുന്ന വേളയിലും നിൻ സാന്നിധ്യം മതി. ആരുമില്ലായേ, എനിക്കാരും. യേശുവല്ലാതെ ഓ ആരുമില്ലായേ, എനിക്കാരും. യേശുവല്ലാതെ എനിക്കാരും.
എനിക്കാരുമില്ലായി യേശുവല്ലാതെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ എൻ്റെ പ്രഭാഷണം മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അനുപാഷ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് കണ്ണുകളടച്ച് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകലിനായി സ്തോത്രം. നിന്റെ അഭിഷിക്ത ദാസനിലൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ന്യായപ്രമാണത്തിൻ്റെ വള്ളി പുള്ളി തെറ്റാതെ ആധികാരികമായി പഠിച്ച് ഗ്രഹിച്ച സഖായിക്ക് യേശുവിൻ്റെ സാന്നിധ്യത്തിങ്കൽ മാത്രമാണ് തൻ്റെ തെറ്റുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. കർത്താവേ, ഇന്ന് പകൽ നീ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ അകത്ത് തന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് അനുദിനം ബോധ്യം തന്ന് ഞങ്ങളുടെ അകത്ത് വെച്ച് തന്ന നിത്യത നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളെ വഴി നടത്തുമ്പോൾ ഞങ്ങൾ അങ്ങയെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. പച്ച ഓ ജീസസ്, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടു തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? കർത്താവ്, ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിൽ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ കൊറോണ എന്ന മഹാമാരി വ്യാപരിച്ചിട്ടും സുവിശേഷം ഗ്രഹിച്ചിട്ടും സത്യബന്ധമറിഞ്ഞിട്ടും വെളിച്ചം തിരിച്ചറിഞ്ഞിട്ടും ഇരുട്ടിനെ സ്നേഹിച്ച് ഇരുട്ടിന്റെ പ്രവൃത്തിയിൽ അകപ്പെട്ട് കിടക്കുന്ന മാനവകുലത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ഞങ്ങൾ ഡെലിവറൻസ് ചർച്ച് ഇവിടെ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥനെ, വലിയ രക്ഷ, നിത്യരക്ഷ, ആത്മരക്ഷ, യേശുവിങ്കല രക്ഷ സകലർക്ക് നീ കൊടുക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നീ അനവധി സൗഖ്യങ്ങൾ തന്നതാണ്. ഞങ്ങളുടെ ഞെരുക്കങ്ങൾ നീ മാറ്റിയതാണ്. എന്താകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് കർത്താവെ, നൂലിൽ കെട്ടി ഇറക്കി തരുന്നത് പോലെ നീ ഞങ്ങളെ നടത്തിയതാണ്. ഞങ്ങൾ അതെല്ലാം ഓർത്ത് അപ്പച്ചന് നന്ദി പറയും. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ഞങ്ങളുടെ രക്തത്തിൽ രക്തമായി, മാംസത്തിൽ മാംസമായി, ബന്ധുമിത്രാദികളായി, ചാർച്ചക്കാരായി, അയൽക്കാരായി ഇനിയും അനേകരും രക്ഷ, യേശുവിങ്കിലുള്ള രക്ഷ തിരിച്ചറിയാനുണ്ട്. കർത്താവ്, ഞങ്ങൾ ചെയ്യേണ്ടത് തക്ക സമയത്ത് ചെയ്യുവാൻ നിന്റെ ദാസനായ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഒരു ദിവസം ഒരാളോടെങ്കിലും ക്രൂശിനെ കുറിച്ച് പറഞ്ഞിട്ടല്ലാതെ, സുവിശേഷം പറഞ്ഞിട്ടല്ലാതെ ഇരിക്കാൻ കഴിയാത്തൊരാത്മീക അനുഭവത്തിലേക്ക് നിന്റെ ജനമാകുന്ന അടിയങ്ങളെ അവിടെ നിന്ന് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷിക്ത ദാസനും കുടുംബത്തിനും തൻ്റെ കുഞ്ഞുങ്ങൾക്കുമായിട്ട് സ്തോത്രം. അപ്പച്ച, വർഷങ്ങൾക്ക് മുമ്പ് ഈ ദേശത്തിൻ്റെ നടുവിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് പ്രാർത്ഥിച്ചാരംഭിച്ച് ഈ പട്ടണത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അഭിഷിക്തനാക്കി, അല്ല ലോകരാഷ്ട്രങ്ങളിൽ തീ കഷ്ണമാക്കി നിന്റെ ദാസനെ നീ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ ഹൃദയപരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് വൈകുന്നുവെങ്കിൽ മരിച്ചതിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷേകം, അടകൽ ഖമന റിഗന ജഗദ പ്രൗഢി രഥുനി.
അവൾ ഉറങ്ങുകയാകുന്നു, അവളെ എഴുന്നേൽപ്പിക്കുക എന്ന് യേശു പറഞ്ഞതുപോലെ മരിച്ച ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അഭിഷേകം ഈ 2021 തീരുന്നതിന് മുമ്പ് തന്റെ ദാസന്റെ മേൽ സ്വർഗം പകരാൻ പോകുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. സഭയിലുള്ള മുഴുവൻ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിവാഹത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ചില അമ്മച്ചിമാരുടെ കണ്ണുനീരിന് ഈ ദിനങ്ങളിൽ എൻ്റെ ദൈവം മറുപടി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ചില നന്മകൾ കൊണ്ട് ചില കുടുംബങ്ങളെ ഈ ആണ്ടിൽ തന്നെ ദൈവം അനുഗ്രഹിക്കുന്നുകൊണ്ട് സ്തോത്രം. ഇന്ന് പകൽ ചില രോഗത്തിന്റെ കെട്ടുകളെ നീ അഴിച്ചത് കൊണ്ട് സ്തോത്രം. സകലത്തിലും ഒരു വിടുതൽ തന്നതിനായിട്ട് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആശീർവാദത്തിനായി നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംബന്ധവും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും സഭയിലുള്ള ഓരോ കുടുംബങ്ങളോടും വചനം സംസാരിച്ച അഭിഷിക്തദാസനോടും കൂടെ ഇപ്പോഴും എന്നേക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന നമ്മുടെ കർത്താവിനെ കരങ്ങളുയർത്തി വീണ്ടും മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരണം. താങ്ക് യു.